ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ യേശുവേ നന്ദി യേശുവേ ആരാധന ഹല്ലേലൂയ യേശുവേ ആരാധന ഹല്ലേലൂയ. തിരുമുൻപിൽ നിന്നിടുമ്പോൾ നിന്റേതായി തീർന്നിടുമ്പോൾ, ദുഃഖങ്ങളില്ല ഭാരങ്ങളില്ല പ്രത്യാശയൊന്നു മാത്രം, ആനന്ദപൂരിതമാനം ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ദൈവസ്നേഹത്തോടെ ചേർന്ന് പാടാം. ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ. പാടി നമിക്കുന്നു ഞങ്ങൾ, ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. എല്ലാവരെയും പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ മഹത്വം ആരാധന. വലിയ കൃപകൾക്ക് വേണ്ടി ദാഹിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസ്നേഹത്തോടെ നമുക്കായിരിക്കാം. ഹല്ലേലൂയ 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 യേശുവേ നന്ദി യേശുവേ സ്തുതി ഹല്ലേലൂയ ആരാധന യേശുവേ മഹത്വം കൂടി ആരാധനയ്ക്ക് ബഹുമാനപ്പെട്ട വിപിലോസിനെ പ്രത്യേകം സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അച്ഛന്റെ ആരോഗ്യത്തെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവേ ഞങ്ങൾക്ക് വചനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആന്തരിക ബോധ്യങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ യേശുവേ ആരാധന മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ 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 യേശുവേ ആരാധന യേശുവേ ആരാധന ഹല്ലേലൂയ മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ യേശുവേ ആരാധന യേശുവേ ആരാധന ഹല്ലേലൂയ 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 ആരാധന യേശുവേ ഉടമ്പടി എടുത്തിട്ടുള്ളവരും എടുക്കാൻ ഉദ്ദേശിക്കുന്നവരും പോകുന്നവരെല്ലാവരും അതിനോട് ചേർന്നിട്ട് നിങ്ങളുടെ നിയോഗങ്ങൾ ടൈപ്പ് ചെയ്ത്, നമ്മൾ ഉടമ്പടി വെച്ചിട്ടുള്ളതാണെങ്കിൽ പോലും ആ നിയോഗങ്ങൾ വീണ്ടും മാതാവിൻ്റെ തിരുസന്നിധിയിൽ ടൈപ്പ് ചെയ്തുകൊണ്ട് ആ പ്രാർത്ഥനയുടെ ഭാഗമാക്കാനും, പിന്നെ പ്രയാസം ഇപ്പം നാളെ ഇപ്പോൾ ഇന്നൊരു പ്രയാസം ഉണ്ടായി, അപ്പം നിങ്ങൾ കാത്തിരിക്കണം. നാളെ ഉടമ്പടി 9:30 ലൈവാകും. ആ ലൈവിൽ ഞാനിത് മാതാവിനോട് നേരിട്ട് പറയും. അപ്പോൾ ആ പ്രാർത്ഥനയുടെ 10,000 അനുഗ്രഹിക്കപ്പെടുന്ന ആ പ്രാർത്ഥനയുടെ കൂടെ നിങ്ങളുടെ വിഷയം ഏറ്റെടുത്ത് നിങ്ങൾക്ക് പ്രാർത്ഥനയുടെ ലിങ്കിൽ ഒരു സുരക്ഷിതത്വം കിട്ടി ആ പ്രാർത്ഥനയുടെ ചൈതന്യത്തിൽ പോകാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ യൂസ് ചെയ്യണം. എനിക്ക് അറിയിപ്പായിട്ട് തൽക്കാലം ഇത്രയും നിങ്ങളോട് പറയാനുള്ളൂ. ബാക്കിയുള്ള ചെറിയ അറിയിപ്പുകളാണ്, അത് അവസാനം പറഞ്ഞോളാം. ഇപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക.
ഇപ്പോൾ നമ്മൾ പ്രൈസ് ആൻഡ് വർഷിപ്പിലേക്ക് പോവുകയാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ. പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു ടൈം കഴിഞ്ഞാൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതെപ്പോഴും നമ്മൾ ഓർത്തേക്കണം. നിങ്ങൾ എത്ര അടുപ്പമുള്ളവരായാലും നമ്മളുടെ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ ആർക്കും നമ്മളെ സഹായിക്കാൻ പറ്റത്തില്ല. ഇതുപോലെ ഇപ്പോൾ ഹസ്ബൻഡ് മനസ്സിലായി ഒരു ഓപ്ഷൻ ഇല്ല. നമ്മളെല്ലാവരും ഒരു ഓപ്ഷൻ ഇല്ലാത്ത, ഇനിയൊരു തിരഞ്ഞെടുപ്പ് സാധ്യമല്ലാത്ത, തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഇലക്ഷനല്ലേ, നമ്മുടെ ജീവിതത്തിന് ഒരു പോം വഴിക്ക് വേറൊരു മാർഗമില്ലാതെ വരുന്നൊരവസ്ഥ എല്ലാവരുടെ മുമ്പിലും. നമ്മളിത് അത് വരും എന്ന് ഉറപ്പാണ്. അത് എപ്പോൾ വരുമോ നമുക്കറിയത്തില്ല. എത്ര വലിയ മനുഷ്യരായാലും എത്ര കപ്പാസിറ്റി ഉള്ളവരായാലും ഒരു ഹവർ നമുക്ക് എല്ലാം നിസ്സഹായമായ ഒരവസ്ഥ. അപ്പൻ്റെ അവസ്ഥ ഇതാണ്. പണ്ട് നീ ഒരു നേഴ്സല്ലേ എന്ന് ചോദിച്ച ഹസ്ബൻഡ് ഇപ്പം ചോദിക്കണില്ല. അയാൾ ആ വിശ്വാസ പ്രമാണം നോക്കിയിട്ട് അത് നോക്കി ചെല്ലി അപ്പൻ്റെ മുതുകത്തി ഉടമ്പടി തൈലം പുരട്ടിക്കൊടുക്കും. അപ്പോൾ പിറ്റേ ദിവസം അങ്ങനെ ഒരു സംഭവം ആ മുതുകത്തില്ലാത്ത രീതിയിൽ അപ്പൻ, അമ്മ, പരിശുദ്ധ അമ്മ ഹീലാക്കി കൊടുക്കും. അപ്പോഴേ അദ്ദേഹം അപ്പോൾ വിശ്വാസത്തിൽ വരും. വിഷയം അതല്ല, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ രീതിയാണ്. പിന്നീട് പെട്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞ് അപ്പം കിടന്ന് ആൾക്കാർ പൊക്കി കോരിയെടുത്താൽ മാത്രമേ അപ്പനെ കൊണ്ടുപോയി എവിടെയെങ്കിലും കട്ടിൽ കിടത്താൻ പറ്റത്തുള്ളൂ. ആ അപ്പൻ നടന്ന ആംബുലൻസിൽ കയറി. പക്ഷേ ഡോക്ടർ പറഞ്ഞ് ക്യാൻസർ ഉണ്ട് എന്ന് പറഞ്ഞു. ബയോപ്സിക്ക് വിട്ടിരിക്കുകയാണ് ഒരു കഷണം. അത് ഉള്ളിലാണ്. അത് ഇത് രോഗമല്ല, മാതാവ് സുഖപ്പെടുത്തിയ രോഗമല്ല, വേറെ രോഗം അപ്പനുണ്ട്. അത് ബയോപ്സിക്ക് വിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അതോടുകൂടി ഈ മനുഷ്യൻ വിറച്ചുപോയി. ഈ മനുഷ്യൻ നേരെ വന്ന് മാതാവിൻ്റെ അടുത്ത് ഇവിടെ നിന്നേച്ച്, നിങ്ങൾക്കറിയാമല്ലോ കുറേ പേര് അങ്ങനെ കുറേ മനുഷ്യരുണ്ട്. രാവിലെ ഇങ്ങോട്ട് വരും, മാതാവിനെ നോക്കിക്കൊണ്ട് മണിക്കൂറോളം നിൽക്കും. അപ്പോൾ ഈ മനുഷ്യൻ ഇവിടെ വന്നിച്ചും മാതാവിനോട് പറയുന്നൊരു പ്രാർത്ഥന ഉണ്ട്. അതാണ് എൻ്റെ പോയിൻ്റ്. മനുഷ്യ അമ്മേ, ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് പോകാൻ നേരത്താണ് ഇപ്പം അപ്പന് ഈ രോഗം വന്നത്. അപ്പം ഞങ്ങൾക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അമ്മ ഇത് സുഖപ്പെടുത്തിയേ മതിയാകത്തുള്ളെന്ന് പറയും.
എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കാർക്കശ്യം പോലെയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതാണ്, ഈ സമയത്ത് മാതാവേ ഈ സമയത്ത് പരീക്ഷിക്കരുത്. അതായത് അപ്പോൾ കുറച്ച് ടോൺ മാറി. എന്താണ്, അവരെല്ലാം ഒരുക്കി പോകാൻ നേരത്തിലാണ് അപ്പന് ക്യാൻസർ ആണെന്ന് പറയണത്. അപ്പോൾ ആ മനുഷ്യൻ നേരെ വന്ന് മാതാവിനോട് പറഞ്ഞു, മാതാവേ ഈ സമയത്ത് പരീക്ഷിക്കരുത്. എന്താണ് പറയണത്, ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ പ്രാർത്ഥനയുടെ ആ ഒരു കണ്ടൻറ്റ് വയസ്സ് കണ്ട എന്താണ് പറഞ്ഞത്, അയാൾ എന്താ പറഞ്ഞത്, മാതാവേ ഈ സമയത്ത് പരീക്ഷിക്കരുത്. നമ്മൾക്ക് ഇത്രയും ഇൻറ്റിമേറ്റായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയണം. ഇതൊരു ഇൻറ്റിമസിയാണ്. ഇൻറ്റിമസി ഉള്ളവർക്ക്, അമിതമായ വിശ്വാസമുള്ളവർക്ക് വാരിക്കെട്ടി പ്രാർത്ഥിക്കേണ്ടി വരത്തില്ല. വല്ലതും പ്രാർത്ഥിച്ചാൽ മതി. ആ പ്രാർത്ഥന എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. ഇനി ഇദ്ദേഹത്തിൻ്റെ വൈഫ് നിഷയുടെ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന എന്ന് പറയണത്, ഇവൾക്ക് സൗദി നേഴ്സാണ്. സൗദിയിൽ നിന്ന് ട്രാൻസ്ഫറായി വേറെ രാജ്യങ്ങളിലേക്ക് പോകാൻ വേണ്ടി ആൾ സ്വയം ടെർമിനേറ്റ് ചെയ്ത് പോകുന്നതാണ്. പക്ഷേ വിസ പ്രോസസ്സിംഗ് ഒക്കെ ഭയങ്കര സ്ലോയാണ്. പല തരത്തിലുള്ള ഓരോ ഏടാകൂടങ്ങൾ വരികയാണ്. പക്ഷേ എന്നിട്ടും മാതാവ് ഈ നിഷയുടെ ഉടമ്പടി ഹോണർ ചെയ്തിട്ട് ഇവളെ പറയും, നിഷ പറയുന്നുണ്ട് ആ സാക്ഷ്യത്തിൽ, എനിക്ക് മനസ്സിലാവണില്ല, ആരോ എൻ്റെ കൂടെ നിന്ന് ഓരോ ഫയലും നീക്കണ പോലെ എനിക്ക് തോന്നണുണ്ടെന്ന്. അതിപ്പോൾ ഈ നിഷയുടെ മാത്രം ഹസ്ബൻഡല്ല, എക്സ്പീരിയൻസ് അല്ല. ഇപ്പോൾ എല്ലാ ദിവസങ്ങളിലും ആൾക്കാർ ഇത് പറയുന്നുണ്ട്, ആരോ എൻ്റെ കൂടെ ഉണ്ട്. ഉടമ്പടി എടുത്തപ്പോൾ തോന്നി ആരോ എൻ്റെ കൂടെയുണ്ട്. പ്രസൻസാണത്. ഈ പ്രസൻസ് സെൻസ് ചെയ്യുന്ന ആൾക്കാർ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് വിശുദ്ധിയോടെ ജീവിക്കണം. ചുമ്മാ ഞാൻ പറയണ പോലെ പോലും കെയർലെസ് വർത്തമാനങ്ങൾ പറയരുത്. ഞാനിങ്ങനെ കെയർലെസ് വർത്തമാനങ്ങൾ പറയില്ല. ചില സമയത്ത് നാടൻ വർത്തമാനങ്ങൾ പറയത്തില്ലേ. അപ്പം അത് എൻ്റെ മനസ്സ് ഈശോക്ക് അറിയാവുന്ന കാരണം എനിക്ക് പ്രശ്നമില്ല. നിങ്ങൾ നാടൻ വർത്തമാനം കയറി പറയരുത്. കാര്യം നിങ്ങളത് പറയാത്ത ആൾക്കാരാണ്. എന്നുവെച്ചാൽ അത് പറയുമ്പോൾ നിങ്ങൾക്ക് വെറുപ്പോ അതല്ലെങ്കിൽ വൈരാഗ്യമോ ഈർച്ചയോ നിരാസമോ അല്ലെങ്കിൽ നിരാശയോ ഒന്നും ഉണ്ടാകരുത്. എനിക്കതൊന്നും ഇല്ലാതെയാണ് ഞാൻ അത് പറയണത്. ആ നെഗറ്റീവ് ഫീലിങ്സ് ഇല്ലാതെയാണ് അത് അതുകൊണ്ടാണ്. എന്താ വെച്ചാൽ നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ വിശുദ്ധി പാലിക്കുന്നതിൻ്റെ കാരണങ്ങളൊന്ന് ഈ പ്രസൻസാണ്. എന്നിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം, ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. നീ എവിടെ പോയാലും ഞാൻ നിന്റെ കൂടെ. അത് പ്രോമിസിലുള്ളതല്ലേ. ആ പ്രോമിസ് ദൈവം പാലിക്കും. അപ്പം ഞാനെന്താ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ പ്രസൻസ് ഉള്ളത് കാരണം കെയർലെസ് ആയിട്ട് പോകരുത്. ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെയുണ്ട്. അതാണ് നിഷ പറയണത്. എൻ്റെ ഓരോ ഫയലും കൂട്ടുകാർക്ക് ആർക്കും വരണില്ല. കൂട്ടുകാരുടെ ആരുടെ ഫയൽ ഇപ്പം തന്നെ നിഷ കഴിഞ്ഞ ദിവസം വേറെ ഒരു സാക്ഷ്യമുണ്ട്. ഒരു 22 വയസ്സുകാരൻ, എന്നാ അയാളുടെ പേര്, 22 വയസ്സ് ആ പയ്യൻസിനുള്ളത്. പക്ഷേ നല്ല ഒരു സാക്ഷ്യമാണ്. അത് 22 വയസ്സെന്ന് പറയുമ്പോൾ അവന് ജർമ്മനി പോകാനാണ്. അതായത് ജർമ്മനി പോകാൻ വേണ്ടി ആദർശിൻ്റെ സാക്ഷ്യം അത് നിങ്ങളൊന്ന് കേൾക്കണം കേട്ടോ. 22 വയസ്സ് പയ്യൻസിനുള്ളൂ. പക്ഷേ സൂപ്പർ സാക്ഷ്യം. അത് അവൻ പറഞ്ഞു, ഞാൻ കുടുംബ പ്രാർത്ഥനയ്ക്കൊന്നും പങ്കെടുക്കത്തില്ല, പള്ളിയിലൊന്നും പോകത്തില്ല, പോയാൽ തന്നെ അവസാനമേ കുർബാന എല്ലാം തീരാൻ നേരത്തെ ചെല്ലത്തുള്ളൂ. കുർബാന എല്ലാം നേരെ കുടുംബ പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്കത്തില്ല. കുടുംബ പ്രാർത്ഥന സമയമാകുമ്പോൾ ഞാൻ അവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് കൂട്ടുകാരുടെ കൂടെ കളിച്ചൊക്കെ ഇരിക്കും. എന്നിട്ട് കുർബാന ഭക്ഷണ സമയത്ത് വരത്തുള്ളൂ. അങ്ങനെ എൻ്റെ കെയർലെസ് ലൈഫായിരുന്നു. പക്ഷെ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ ആരും എൻ്റെ കൂടെ ഉള്ളതുപോലെ എനിക്ക് തോന്നിയെന്ന്. അതാണ് ഇത് പ്രസൻസാണ്. ആരോ എൻ്റെ കൂടെ ഉള്ളു. എന്നിട്ട് ഈ കൂട്ടുകാരുടെ എല്ലാം ഫയൽസൊന്നും ഓപ്പൺ ആകാതിരിക്കുമ്പോഴും അല്ലെങ്കിൽ അതിൻ്റെ പ്രൊസീഡിങ്സ് ബ്ലോക്കാകുമ്പോഴും ഇവൻ്റെ പ്രൊസീഡിങ്സ് കറക്റ്റ് ചെയ്ത് പോകും. എക്സാമിന് ചെല്ലുമ്പോൾ രസമുണ്ട്. എക്സാം ചെല്ലുമ്പോൾ ഈ ജർമ്മൻ എക്സാമാണ്. ജർമ്മൻ എക്സാം പകുതി പറഞ്ഞപ്പോൾ തന്നെ വൈവ സ്പീക്കിങ്ങിന് പകുതി പറഞ്ഞപ്പോൾ തന്നെ എക്സാം ചെയ്യുന്ന ആൾ പറഞ്ഞ് എഴുന്നേറ്റ് പോയിക്കൊള്ളാൻ പറഞ്ഞു. എന്താ കാര്യം, നിനക്കൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എഴുന്നേറ്റ് പോയിക്കൊള്ളാൻ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ എഴുതി വെച്ചാൽ അയാൾ നോക്കണമില്ല. എന്തായാലും എഴുതിയ ആളിൻ്റെ എൻ്റെ അടുത്തിരുന്ന് എഴുതിയ ആളിൻ്റെ കണ്ണിന് ക്ഷീണമാണ്. ഓരോ ഇൻഡാസവനതേ
എൻ്റെ അടുത്തിരുന്ന് എഴുതിയാലുള്ള കണ്ടീഷനുമായത് കാരണം അവൻ്റെ അടുത്തിരുന്ന് ഞാൻ എഴുതിയത്. അതുകൊണ്ട് എൻ്റെ പേപ്പറിനും നോക്കിയില്ല, വൈറസ് കയറുമെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ എൻ്റെ പേപ്പർ നോക്കിയില്ല. അപ്പോൾ ഞാനിവിടുത്തെ എൻ്റെ വൈവയും പോയി, എൻ്റെ റൈറ്റിങ്ങും പോയി. ഞാൻ പിന്നെ എന്നാ ചെയ്യാനാണ്? പക്ഷേ രാത്രിയായപ്പോൾ മെസ്സേജ് വന്നു, നീ പാസ്സായെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ വല്ലാതെ ഞെട്ടിച്ചുകൊണ്ടാണ് ഈ ഉടമ്പടി പോണത്. അപ്പോൾ ഈ 22 വയസ്സുകാരൻ, പള്ളി കയറാത്തവൻ, കുടുംബപ്രാർത്ഥനയ്ക്ക് ഇറങ്ങിപ്പോകുന്നവൻ, എങ്ങനെയാണ് ദൈവം അവൻ്റെ ഒരു വിഷയത്തിൽ ഇടപെടണത്? എന്നിട്ട് ഇപ്പോൾ അവൻ പറയാണ്, ഞാൻ എൻ്റെ ഉടമ്പടിയല്ല എൻ്റെ ജീവിത പ്രശ്നമല്ല പ്രശ്നം, ഏറ്റവും വലുത് ഉടമ്പടി എന്നെ ദൈവത്തോട് അടുപ്പിച്ചെന്നാണ് പറയണം. ഉടമ്പടി എന്നെ ദൈവത്തോട് അടുപ്പിച്ചു. ഞാൻ എന്താ ഇപ്പം നിങ്ങളോട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കുറച്ചുകൂടി ദൈവത്തോട് അടുക്കണം. കാര്യം ഉടമ്പടിയുടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവിത പ്രശ്നമാണെങ്കിൽ അത് പ്രശ്നത്തെ ബേസ് ചെയ്താണ് ഉടമ്പടിയിൽ നിങ്ങൾ ചരിക്കണമെങ്കിൽ അത് മാർക്ക് കുറയാൻ സാധ്യതയുണ്ട്. എൻ്റെ ഒരു നിർദ്ദേശം, ഒരു പ്രശ്നവും ഇല്ലാത്തപ്പോൾ മനുഷ്യന് ഉടമ്പടി എടുക്കുമെന്നാണ്. ഉടമ്പടി എടുക്കാൻ വേണ്ടി പ്രശ്നം ഉണ്ടാകാൻ കാത്തിരിക്കരുത്. അച്ഛൻ പറഞ്ഞ മനസ്സിലായ? ഇത് വളരെ സീരിയസ് വിഷയമാണ്. ഉടമ്പടി എടുക്കാൻ വേണ്ടി പ്രശ്നം ഉണ്ടാകാൻ കാത്തിരിക്കരുത്. ഞങ്ങൾക്കൊരു പ്രശ്നമില്ലല്ലോ, ഞങ്ങൾ പിന്നെ എന്തിനാ ഉടമ്പടി എടുക്കണേ എന്ന് ചോദിക്കൂ. പ്രശ്നമുള്ളവരൊക്കെ പോയി എടുക്ക്, ഞങ്ങൾക്കൊരു പ്രശ്നമില്ലെന്ന് പറയും. പക്ഷെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രശ്നവും ഇല്ലാത്തവരാണ് ഉടമ്പടി എടുക്കേണ്ടത് ആദ്യം. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇപ്പം നിഷ എന്താണ് അമ്മയോട് പറയണത്? അമ്മേ, നിഷയുടെ ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണ്? അമ്മേ, എന്നെ നീ ഇവിടം വരെ കൊണ്ടുവന്ന നീയാണ്, ഐ നോ ഇറ്റ്. ഇപ്പം ഞാൻ തകർന്നിരിക്കുകയാണ്, എൻ്റെ റിജക്റ്റാകാൻ പോകുന്നു, പണവും എൻ്റെ കയ്യിലില്ല, എന്നെ അവിടെ എത്തിക്കേണ്ട ചുമതല നിൻ്റെതാണ്. ഓ, എന്നാ രസമുള്ള പ്രാർത്ഥനയാണ്. എന്നെ ഇവിടം വരെ കൊണ്ടുവന്ന നീയാണ്, പക്ഷെ ഞാനിപ്പോൾ ഫ്ലോപ്പിലാണ്. ഇനി എന്നെ ഇവിടം വരെ കൊണ്ടുവന്ന നീയാണെങ്കിൽ എന്നെ എത്തേണ്ടടുത്ത് എത്തിക്കേണ്ട ചുമതല നിൻ്റെതാണ്. പ്രൈസ് ദി ലോർഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവർക്കും ദൈവവുമായിട്ട് വ്യക്തിപരമായിട്ടൊരു ബന്ധമുണ്ടാകുവാൻ ഈ ആരാധനയിലൂടെ കൃപയാകണമേ. അപ്പോൾ ഈ പ്രാർത്ഥനയെല്ലാം വരുന്ന ഒരു ഇൻറ്റിമസി ഉണ്ട്. ഇതാണ് ഇതിൻ്റെ പ്രാർത്ഥനയുടെ ഇന്ധനം അല്ലെങ്കിൽ ടെഷർ എന്ന് പറയുന്നത്. ഇൻറ്റിമസി എന്ന് വെച്ചാൽ ആത്മബന്ധം. അതുകൊണ്ടാണ് ഞാൻ പറയണത്, ആ ഉടമ്പടിയുടെ ലക്ഷ്യം പ്രശ്നത്തെ പരിഹരിക്കുകയല്ല. അത് പ്രശ്നത്തെ ഈസിയായിട്ട് പരിഹരിക്കും, അതല്ല പ്രശ്നം. മുഖ്യ ലക്ഷ്യം, ഉടമ്പടിയുടെ ലക്ഷ്യം, ഇറ്റ് ഈസ് ബൈലാറ്ററൽ എഗ്രിമെൻറ്റ്. നീയും നിൻ്റെ ദൈവവും തമ്മിൽ ജീവിതത്തിൽ ഒരു കാഷ്വൽ റിലേഷനല്ല, വിശ്വാസ സംബന്ധമായ ഒരു റിലേഷൻസ് അല്ല ഉള്ളത്. ഒരു പെർട്ടിക്കുലർ ആൻഡ് പേഴ്സണൽ റിലേഷനാണ് ഉടമ്പടിയിൽ. ഒരു വിശിഷ്യ പെർട്ടിക്കുലറായിട്ടുള്ള വ്യക്തിപരമായ പേഴ്സണലായിട്ടുള്ള റിലേഷൻ്റെ ഏറ്റവും ഇന്ന് നിലവിലുള്ള നമുക്ക് ലഭ്യമായ ഏറ്റവും വലിയ പോംവഴിയാണ് ഉടമ്പടി. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, മരിയൻ ഉടമ്പടി എന്നുള്ള മഹാദൈവാനുഭവത്തിന്റെ പുതിയ വാതിൽ മനുഷ്യ സമൂഹത്തിന് മുമ്പിൽ മറിയത്തിലൂടെ തുറന്നു വെച്ച പരിശുദ്ധാത്മാവേ, ഉടമ്പടി എടുത്തവരെയും എടുക്കാൻ പോകുന്നവരെയും ഈ നിമിഷം അനുഗ്രഹിക്കണമേ. അപ്പാ, സ്വർഗീയ പിതാവേ, പുത്രനായ ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പരമദിവ്യകാരുണ്യത്തിന് അപ്പൊ ഇന്റിമേറ്റ് ആൻഡ് അമീക്കബിൾ റിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ആത്മബന്ധവും സ്നേഹോജ്വലവുമായ ഒരു ബന്ധം ആണ് ഉടമ്പടിയുടെ ഒരു ടാഞ്ചിബിൾ റിസൾട്ട്, സ്പർശ്യമായ ഒരു ഫലമെന്ന് പറയുന്നത്. അപ്പം എന്താ നിങ്ങൾക്ക് ചെറുക്ക് പറ്റണത്? നിങ്ങൾ ഉടമ്പടിയുടെ ഫലം നിങ്ങൾ വെച്ചിരിക്കുന്ന നിയോഗത്തിൻ്റെ നിവൃത്തിയായിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് മച്ച് മോർ ദാൻ ദാറ്റ്.
നമ്മളെല്ലാവർക്കും നിങ്ങളെ ഉടമ്പടിയുടെ ഫലത്തെ റെഡ്യൂസ് ചെയ്തിരിക്കണം എങ്ങനെ അറിയാവോ? ഉടമ്പടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെച്ചിരിക്കുന്ന നിയോഗത്തിന് നിവർത്തി കിട്ടുകയാണ്. ഇറ്റ് ഈസ് വെരി ഈസി. അതല്ല പ്രശ്നം. ഇതിൻ്റെ ഒരു അൾട്ടിമേറ്റ് എൻഡുണ്ട്, ആത്യന്തികമായ ഒരു ലക്ഷ്യമുണ്ട്. അതെന്ന് പറയണത് ദൈവമായിട്ട് ഒരു കാലത്തും സാധിക്കാത്ത ഒരു റിലേഷൻ, ബന്ധം. ഇപ്പം ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. ഈ കർത്താവ് ഒരു പ്രാവശ്യം ശിഷ്യന്മാരോ സഞ്ചരിച്ചിരുന്ന വള്ളത്തിൽ കിടന്ന് ഉറങ്ങിപ്പോയില്ലേ? ഇല്ലേ? എനിക്കറിയാം കഥ. അപ്പോഴ് വലിയ കാറ്റുണ്ടായിരുന്നു. കോളും പേമാരിയും പ്രകൃതിക്ഷോഭവും കടൽക്ഷോഭവും ഒരുമിച്ച് വന്ന് വള്ളത്തിൽ വെള്ളം അടിച്ചു കയറി ഇവർ മുങ്ങാൻ പോയപ്പോൾ ശിഷ്യന്മാർ പറയുന്നൊരു വർത്തമാനമുണ്ട്. എന്താണെന്നറിയാമോ? കർത്താവേ, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നിനക്കൊരു ഗൗനമില്ലേ എന്നാണ്. കർത്താവേ ഒന്ന് പറഞ്ഞേ, കർത്താവേ, ഞങ്ങൾ നശിക്കുന്നതിൽ നിനക്കൊരു ഗൗനമില്ലേ? നീ ഗൗനിക്കുന്നില്ലേ? ഇപ്പം കർത്താവിനെ കുറ്റപ്പെടുത്തിയാണ് ചോദിക്കുന്നത്. പ്രാർത്ഥനയിൽ ദൈവത്തെ കുറ്റപ്പെടുത്തുക. ഇത് പത്രോസിന്റെ വായിൽ നിന്ന് വന്നൊരു പ്രാർത്ഥനയാണ് ശരിക്കും പറഞ്ഞാൽ. ഈ പ്രാർത്ഥനയെ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാകണത്? കർത്താവെ, ഞങ്ങൾ നശിക്കുന്നു, നിങ്ങൾക്ക് അങ്ങനെ കുറ്റപ്പെടുത്തി പ്രാർത്ഥിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. എന്താ കാര്യം? ബന്ധമില്ല. മനസ്സിലായില്ലേ? ഇപ്പം എന്നോട് പറയും അച്ഛാ, എന്നോട് ഇപ്പോൾ ഞാൻ പിള്ളേരെ പ്രാർത്ഥിക്കുമ്പോൾ പറയും, ചിലത് എൻ്റെ കയ്യെ കയറി പിടിക്കും. എന്താണ്? അച്ഛൻ പിടിച്ചില്ലെങ്കിൽ അച്ഛൻ അവിടെ പോയി ഇരിക്കുമല്ല. അത് കാരണം വിഷയം സീരിയസ് ആയതുകൊണ്ട് കയ്യെ പിടിക്കും. ഞാൻ പറഞ്ഞു, എന്തടി? അതേ, ഞാനിപ്പോൾ 10ാമത്തെ പ്രാവശ്യമാണ് ഇത് എഴുതാൻ പോണത്, ഇനി എന്നെക്കൊണ്ട് എഴുതിക്കത്തില്ല. എന്താണ്? IELTS ആണേ. ഞാനീ 10ാം പ്രാവശ്യമാണ് ഇപ്പോൾ എഴുതാൻ പോണത്, ഇനി കാശില്ല എഴുതാൻ. ഞാൻ പറഞ്ഞു, നീ എന്നോട് എന്നെ പിടിച്ചെടുത്തിയ പോലെ മാതാവിനെ പിടിച്ചെടുത്താൻ പറഞ്ഞു. എന്താ കാര്യം? അവൾ പറഞ്ഞ കറക്റ്റാണ്, പക്ഷെ അവൾ പറയുന്ന രീതി തെറ്റാണ്. ഇപ്പോഴും ആ പ്രാർത്ഥനയെ അപേക്ഷയാണ്. ഇപ്പം നിഷയുടെ പ്രാർത്ഥന എന്താണ്? എന്നെ ഇവിടം വരെ എത്തിച്ചത് നീയാണ്, നിൻ്റെ കടമയാണ് എന്നെ അന്ത്യം വരെ എത്തിക്കേണ്ടത്. അതൊരു കമാൻഡാണ്. പക്ഷെ അതിൻ്റെ അകത്ത് വരുന്ന അതിൻ്റെ സ്റ്റഫ് എന്താ? ഒരു ഇൻറ്റിമസിയാണ്. നമുക്കതുപോലെ പറയാൻ പറ്റണില്ല. എന്താ കാര്യം? നമുക്ക് ആ ഇൻറ്റിമസി ഇല്ല. പ്രാർത്ഥനയുടെ കണ്ടൻറ്റ് ബേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇൻറ്റിമസിയാണ്. ഇൻറ്റിമസി എന്ന് പറയുന്നത് എന്താണ്? ആന്തരിക ആത്മബന്ധം. ആന്തരിക ആത്മബന്ധമാണ്. ഈ ഉടമ്പടിയിൽ നമ്മൾ രോഗികളെ കാണുന്നു, അല്ലേ? രോഗികളെ കാണുമ്പോൾ നമ്മൾ ആരായിട്ടാണ് രോഗികളെ കാണുന്നത്? 25-35 അനുസരിച്ചാണ്. മത്തായി സിയുടെ സുവിശേഷം, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, മത്തായി 25-35. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു, അപ്പൊ ഞാനെന്നാ പറയണത്. മനസ്സിലായില്ലേ? ഉടമ്പടിയിൽ നമ്മളൊരു രോഗിയെ കാണാൻ പോകുമ്പോൾ നിങ്ങൾ പറയരുത് നമ്മുടെ അയൽവാസിയായ ജോണമ്മ ചേച്ചിയാണെന്ന് പറയരുത്. അതാണ് പ്രശ്നം കിടക്കുന്നത്. ഇവിടെയാണ് ഒരു ഉടമ്പടി മിസ്റ്റേക്ക് സംഭവിക്കുന്നത്. അതായത് നിങ്ങൾ രോഗികളെ കാണാൻ പോകുമ്പോൾ ഇയാൾ അറിയത്തില്ലേ നമ്മുടെ അയൽവാസിയാണേ, ഇന്ന ആളാണെന്ന് പറയും. അങ്ങനെയല്ല, അയാളല്ലത്. ആരാണത്? ഞാൻ രോഗിയായിരുന്നു. മനസ്സിലായില്ലേ? ആ ഇല്ലാത്തവനുമായിട്ട്, വേദനയുള്ളവനുമായിട്ട്, കണ്ണീരുള്ളവനുമായിട്ട് കർത്താവ് താതാത്മ്യപ്പെട്ടിട്ടുണ്ട്. ഈ താതാത്മ്യീകരണം തിരിച്ചറിയുന്നിടത്ത് വെച്ചാണ് നമ്മളുടെ സാമൂഹ്യ പ്രവർത്തനം ഇരിക്കുന്നത്. യേശു ക്രിസ്തുവിനെ ഇല്ലായ്മക്കാരനും വല്ലായ്മക്കാരനിലും അവൻ്റെ ഇല്ലായ്മയും വല്ലായ്മയും അവിടെ യേശു ക്രിസ്തുവാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നിടത്ത് ആണ് ഇപ്പം സഭയ്ക്ക് വന്നിരിക്കുന്ന ദുരന്തം എന്താണെന്നറിയാവോ? കുറേ അണ്ണന്മാർ പോയി MSW എടുത്തുകൊണ്ട് വന്ന് സോഷ്യൽ സർവീസിൽ ഇരിപ്പുണ്ട്. എന്താ പ്രശ്നം വരാവുന്നത്? സഭയുടെ സോഷ്യൽ പ്രവർത്തനമല്ല നടക്കുന്നത്. ശാസ്ത്രീയമായ സാമൂഹ്യ പ്രവർത്തനത്തിലൂടെ സാങ്കേതികമായി കിട്ടിയിരിക്കുന്ന കുറച്ച് ജ്ഞാനം കൊണ്ടുണ്ടാക്കി വെക്കുന്ന കുറച്ച് വർക്ക്സാണത്. അത് ചിലപ്പോൾ സോഷ്യൽ വർക്കായിരിക്കാം. ക്രിസ്തുവുമായിട്ട് അതിന് ബന്ധമില്ല. ക്രിസ്തുവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ഇല്ലായ്മക്കാരന്, വല്ലായ്മക്കാരന്, രോഗികളിൽ, തകർച്ചയുള്ളവന്, ഇപ്പം ഇന്ന് തന്നെ ഈ ആനന്ദം, അവൻ്റെ പേരെന്നാ,
ആദ്യത്തെ പറയുന്നൊരു സാക്ഷ്യമുണ്ട്, എനിക്ക് ഭയങ്കര പാടാണ് ഈ ആൾക്കാർക്കൊക്കെ സഹായിക്കാൻ വേണ്ടി, അങ്ങനെ ഒരു മനസ്സെൻ്റെ കയ്യിലില്ല. അതിനുള്ള കാര്യം തുറന്നു പറയുകയും, എനിക്കിങ്ങനെ ഒരു മനസ്സില്ല ആൾക്കാരെയൊക്കെ സഹായിക്കാൻ. അപ്പോൾ എനിക്ക് തോന്നണത് ഇവരെല്ലാം പറ്റിപ്പുകാരാണെന്നാണ് തോന്നണത്. അതുകൊണ്ട് ഞാൻ ആരെയും സഹായിക്കാത്തത്. എല്ലാവരും തുറന്ന രസമുള്ള സാക്ഷ്യം, അവരെല്ലാം പറ്റിപ്പുകാരാണെന്ന് തോന്നണം. അപ്പം ഞാൻ പിന്നെ സാമ്പത്തികമായിട്ട് ആരെങ്കിലും സഹായിക്കണമെന്നുണ്ടെങ്കിൽ എനിക്കറിയണം അത് കറക്റ്റാണെന്നറിയണം, എന്നാൽ മാത്രമേ ഞാൻ സഹായിക്കത്തുള്ളൂ. അപ്പം അങ്ങനൊരു മനസ്സാണ് എൻ്റേത്. പക്ഷേ ഇപ്പം എന്ത് ചെയ്യാന്നറിയാമോ, എനിക്ക് തോന്നി പലരും വന്ന് എന്നോട് ചോദിച്ചു, ചേട്ടായി ഞങ്ങൾ ഇത്തിരി ജർമ്മൻ പഠിപ്പിച്ച് തരുമോ? എന്നെക്കാൾ ഇളയ പിള്ളേർ വന്ന് വെച്ചാൽ എന്നോട് ചോദിച്ചേ, ചേട്ടായി ഞങ്ങൾ ഇത്തിരി ജർമ്മൻ പഠിപ്പിച്ച് തരുമോ? അപ്പോൾ ഞാൻ 5 പേർക്ക് ജർമ്മൻ പഠിപ്പിച്ചു കൊടുത്തു. അതാണ് എൻ്റെ ഉടമ്പടിയിലെ പരസ്നേഹ പ്രവൃത്തികൾ. ദാറ്റ് മീൻസ് എന്താണ്? ഈശോ അവിടെയും താതാമ്യപ്പെടുകയാണ്. എന്താ പ്രശ്നം? ഈശോയ്ക്ക് ജർമ്മൻ അറിയാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ ജർമ്മൻ പഠിപ്പിച്ചു കൊടുത്തു. മനസ്സിലായില്ലേ? നമ്മുടെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ പോലും അത് ഈശോ ആണ് എന്നിലൂടെ അവനിലൂടെ എന്നോട് ആവശ്യപ്പെടുന്നത് കണ്ടുകൊണ്ട് ഞാൻ ഈശോയുടെ വാക്കുകളെ ഹോണർ ചെയ്തുകൊണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ ജോലി ചെയ്യുമ്പോൾ ഈ ഇൻറ്റിമസി ഉണ്ടാകും. അല്ല ഇൻറ്റിമസി ഉണ്ടാകത്തില്ല. ദൈവം ആത്മാർത്ഥ ദൈവമാണ്. അതുകൊണ്ട് നമ്മളെ കഷ്ടപ്പെടുന്ന ഇപ്പം അദൃശ്യം പറയുന്നത് എന്താണ്? ഇപ്പം ഞാൻ ജർമ്മൻ പഠിപ്പിച്ച് മഴ കൊടുക്കുക മാത്രമല്ല, രോഗികളെ കാണാൻ പോകും. ഞാൻ പിന്നെ ഭക്ഷണമില്ലാത്തൊക്കെ ഭക്ഷണം എത്തിച്ച് കൊടുക്കും. ആ 22 വയസ്സുകാരൻ ടോട്ടലി ചേഞ്ചായി. ആ 22 വയസ്സുകാരനെ ഒരൊറ്റ ഉടമ്പടി കൊണ്ട് ഇത്രയും ചേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിലേ ഉടമ്പടിയേക്കാൾ നല്ലൊരു സംവിധാനം ഇപ്പം ഇല്ലെന്നല്ല എൻ്റെ അർത്ഥം. കൈയിടിച്ച് കർത്താവ് ഡെലിവറി ചെയ്യുക. ഉടമ്പടി എന്ന വലിയ പദ്ധതിക്ക് നന്ദി പറയുന്നു. ഉടനടി പരിഹാരമേകും ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും അവൻ പറയുന്നത് ചെയ്തിടുവിൻ ജീവിതം ധന്യമായി തീർന്നിടും. അവൻ പറയുന്നത് ചെയ്തിടുവിൻ ജീവിതം ധന്യമായി തീർന്നിടും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മർക്കോസ് 4:32 പോകാം. മർക്കോസ് 4:38. യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. ഏറ്റു പറഞ്ഞേ, യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ വിളിച്ചുണർത്തി പറഞ്ഞു, ഗുരു ഞങ്ങൾ നശിക്കാൻ പോകുന്നു. നീ അത് ഗൗനിക്കുന്നില്ലേ? എന്താ പ്രശ്നം? നീ അത് ഗൗനിക്കുന്നില്ലേ? ഞങ്ങൾ നശിക്കാൻ പോകുന്നു. ഇത് ഒരു ആധികാരികമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. അതായത് അവർക്ക് വേറൊരു ഓപ്ഷനില്ല. കർത്താവാണെ കിടന്ന് ഉറങ്ങുകയും ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. ഇങ്ങനെ ദൈവത്തിൻ്റെ ഉത്തരം കിട്ടാതിരിക്കുകയും പ്രശ്നങ്ങൾ നമ്മളെ വേട്ടയാടുകയും ചെയ്യുന്ന സമയത്ത് ഇൻറ്റിമസിയാണ് വേണ്ടത്. മനസ്സിലായില്ലേ? അല്ലാതെ നിങ്ങളുടെ സാധാരണ ഫങ്ഷണൽ പ്രയറിന് വർക്കൗട്ട് ചെയ്യത്തില്ല. സാധാരണ ഫങ്ഷൻ പ്രെയർ കൊണ്ട് ഈ സമയത്ത് സ്വർഗസ്ഥനായ പിതാവാണല്ല പ്രാർത്ഥന അല്ല, അതിൻ്റെ അപ്പുറത്തൊരു പ്രാർത്ഥനയുണ്ട്. അത് നീ തന്നെ സ്വർഗസ്ഥനായ പിതാവ് നീ രചിച്ച പ്രാർത്ഥനയാണ്. ഇപ്പം നിഷ രചിച്ച പ്രാർത്ഥനയില്ലേ? നിഷയുടെ ഹസ്ബൻഡ് രചിച്ച പ്രാർത്ഥനയില്ലേ? എന്താണ്? മാതാവേ, ഈ സമയത്ത് പ്രലോഭനം കൊണ്ട് വന്നാൽ ഞങ്ങൾ പെട്ടുപോകും, അതുകൊണ്ട് അമ്മ ഈ വിഷയത്തിൽ ഇടപെടണം. ദാറ്റ് മീൻസ് അതാണ് അത് സാങ്കേതിക പ്രാർത്ഥനയെക്കാളും വലിയ പ്രാർത്ഥനയാണ് പേഴ്സണൽ പ്രാർത്ഥന എന്ന് പറയുന്നത്. പക്ഷേ ഈ പേഴ്സണൽ പ്രാർത്ഥനയ്ക്ക് എന്താ വേണ്ടത്? അതിന് ഇൻറ്റിമസി വേണം. ഈ അപ്പോസ്തലന്മാർ ഈശോയെ കുറ്റപ്പെടുത്തുന്നത് എന്താണ്? ഞങ്ങൾ നശിക്കാൻ പോകുന്നു. എന്താ? നീ അത് ഗൗനിക്കുന്നില്ലേ? അതൊരു കുറ്റപ്പെടുത്തലാണ്. പക്ഷെ അങ്ങനെ കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രം അവർ ദൈവവുമായിട്ട് ഇൻറ്റിമസിയായി. പറഞ്ഞ മനസ്സിലായില്ലേ? ദൈവത്തെ പ്രാർത്ഥനയിൽ ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ കുറ്റപ്പെടുത്തുകയാണ് വേണ്ടത്.
ഒരു സർക്കാർ ഓഫീസിൽ പോയി നമ്മൾ ഒരു ആവശ്യം വരുമ്പോൾ ആ ഓഫീസിനെ കുറ്റപ്പെടുത്തിയാൽ പിന്നെ ഉള്ളത് പോലും കിട്ടത്തില്ല, ഇല്ലേ? നെഗറ്റീവാണത്. പക്ഷേ ഈ അപ്പോസ്തലന്മാർക്ക് ഇത്രയും ആത്യന്തികമായൊരു വിഷയം വരുമ്പോൾ മുത്തടം ബൈബിൾ ഉൾഗാത്ത ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് കർത്താവേ നിനക്കൊരു ചിന്തയുമില്ല എന്നാണ് ചെയ്തിരിക്കുന്നത്. നിനക്കൊരു ചിന്തയുമില്ലേ എന്നുവെച്ചാൽ നീ ഞങ്ങളെക്കുറിച്ച് ഒരു ഗൗരവമില്ല എന്നാണ്. എന്ന് വെച്ചാൽ ഉത്തരവാദിത്തമില്ലെന്നാണ് ചോദിക്കണത്. ദൈവത്തിന് ഉത്തരവാദിത്തമില്ലെന്ന് ദൈവത്തിൻ്റെ മുഖത്ത് നോക്കി ചോദിക്കണമെങ്കിലേ അത് വേറൊരു ബന്ധമാണ്, അത് സാധാരണ ബന്ധമല്ല. ദൈവത്തെ ഇപ്പം ചോദിക്കുക നീ ഗവനിക്കണില്ലേ എന്ന് വെച്ചാൽ ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആ പ്രാർത്ഥനയുടെ ഇമോഷണൽ സെറ്റപ്പ് എന്താണ്? ഇപ്പം നിൻ്റെ വീട് ഇപ്പം വീട് വെച്ചിട്ടില്ല, പഴയ വീട്ടിൽ താമസിക്കുക, ഭാഗോടമ്പടി പ്രകാരം കിട്ടിയ കുടുംബ വീട്ടിൽ നീ താമസിക്കുകയാണ്. അത് 10-35 കൊല്ലം പഴക്കമുള്ള സംഭവമാണ്. ഈ വീട് കാണിച്ചാൽ നിൻ്റെ മകൾക്ക് ഭർത്താവിനെ കിട്ടത്തില്ല. അതാണ് നിൻ്റെ ദുഃഖമെന്ന് വിചാരിച്ചോ? അപ്പം നീ ഭർത്താവിനോട് എന്താ പറയണത്? ഇവിടെ മനുഷ്യ കൊച്ചു വളർന്നു തന്നെ കണ്ടില്ലേ, ഇപ്പോഴും താൻ കറങ്ങി നടക്കണമെന്ന് ചോദിക്കും. അതാണ് സംഭവം, അതല്ലേ ചോദിക്കത്തുള്ളൂ. ആ ഒരു സ്റ്റൈലെന്ന് പറഞ്ഞാൽ ഭർത്താവിന് ഭാര്യയോട് ചോദിക്കാനുള്ള ആധികാരികമായ ഒരു ബന്ധമുണ്ട്. അതാണ് സംഭവം. അത് ആ ഒരു ബന്ധം ദൈവമായിട്ടുണ്ടാകണം. അത് അങ്ങനെ ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? ക്ലെയിംസ് ഉണ്ടാകണം. ഉടമ്പടിയെപ്പോലെ ക്ലെയിംസ് ഉണ്ടാക്കുന്നൊരു സംവിധാനം വേറെയില്ല. എന്താണ്? നീ പത്രപ്രവർത്തനം നടത്തുന്നുണ്ടേ, കർത്താവിനെ അറിയാത്തവരെ നീ അറിയിക്കുന്നുണ്ട്, ഇല്ലേ? രോഗികളെ നീ കാണുന്നുണ്ട്, എവിടെയെല്ലാം സഹായിക്കാൻ പറ്റുന്നു അവിടെയെല്ലാം സഹായിക്കുന്നുണ്ട്. വിശുദ്ധിയോടെ ജീവിക്കാൻ വേണ്ടി ക്ഷമിക്കേണ്ടി വന്ന് ക്ഷമിക്കുന്നുണ്ട്. അങ്ങനെ വന്ന് ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി ജീവിതം 1 by 1 ആയിട്ട് കാഴ്ചവെച്ച് കഴിയുമ്പോൾ നിനക്ക് ക്ലെയിം ഉണ്ടാവും. എന്താണ്? അവകാശവാദമുണ്ടാവും. എന്താണ്? നീ ജീവിച്ചതാണ്. ഞാൻ എപ്പോഴും കർത്താവിനോട് പണ്ട് പറയുന്നൊരു വർത്തമാനമുണ്ട്, ഇപ്പം പറയാറില്ല. എന്താ വെച്ചാൽ ഞാൻ എപ്പോഴും എൻ്റെ കയ്യിൽ വരുന്ന ആൾ എൻ്റെ കൈപ്പിടി കൊതുകുകയെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഉടനെ കർത്താവിനോട് പറയുന്ന ഒരു വാക്കാണ്, കർത്താവ് 4 വയസ്സ് മുതൽ എൻ്റെ അപ്പൻ നീയാണ് ദൈവമെന്ന് എന്നെ കാണിച്ച കാലം മുതൽ ഇന്ന് വരെ 60 കൊല്ലത്തോളം ജീവിക്കുമ്പോൾ ഞാൻ ഇന്ന് വരെ നീയല്ലാതെ വേറെ ഒരു ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ എൻ്റെ തല കുനിച്ചിട്ടില്ല. ഇറ്റ്സ് ഓവർ, ക്ലിയർ. അത് നീ ഓർക്കണമെന്ന് പറയും. അത് ക്രെഡിബിലിറ്റിയാണ്. ക്ലെയിം ആൻഡ് ക്രെഡിബിലിറ്റി. നമ്മൾ ജീവിച്ച വിശ്വാസത്തിൻ്റെ ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്. അത് നമുക്ക് നൽകിയിട്ടുള്ള ഒരു ക്ലെയിമുണ്ട്, അവകാശവാദമുണ്ട്. ഇൻറ്റിമസി വരണത് ഈ അവകാശവാദത്തിൽ നിന്നാണ് വരണത്. അതിന് നിനക്ക് ഡിപ്പോസിറ്റ് ഉണ്ടാകണം ദൈവതിരുസന്നിധിയിൽ. ഉടമ്പടി നിന്നെ നല്ല നിക്ഷേപമുള്ള നല്ല ആധ്യാത്മിക ആസ്തി ഭദ്രതയുള്ള വ്യക്തിയായി ഉയർത്തും. കൈയിടിച്ച് കർത്താവ് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇനി ഈശോയുടെ ബൈ നേച്ചർ പഠിക്കണം നല്ലതായിരിക്കും. ഈശോയുമായിട്ടല്ല നിങ്ങൾ ഡീൽ ചെയ്യണത്. മാതാവ് അതിനുള്ള മരിയനതൊരു മാർഗമാണ് കേട്ടോ. ലക്ഷ്യമാരാണ്? ക്രിസ്തുവാണ്. അപ്പം ഈശോയുമായിട്ട് ഡീല് ചെയ്യണമെങ്കിൽ ഈശോയുടെ സ്പെഷ്യൽ നേച്ചർ നമ്മൾ പഠിക്കിട്ടിരിക്കണം. അത് ഇതുപോലെ ഉത്തരം തരാത്ത നേച്ചർ, ഉത്തരം തരുന്ന നേച്ചറല്ല. ഉത്തരം തരുന്ന നേച്ചറുണ്ട്. ഈശോയുടെ ഉള്ളിൽ, പ്രകൃതിയിൽ, പ്രകൃതത്തിൽ, സ്വഭാവത്തിൽ ഫ്ലാറ്റായിട്ട് ഉത്തരം കൊടുക്കാത്ത സ്വഭാവമുണ്ട്. അത് നമ്മൾ അറിയണം. പ്രത്യേകിച്ച് നിർണായകമായ സമയത്ത് ഉത്തരം തരത്തില്ല. അതറിയണമെന്നുണ്ടെങ്കിൽ മർക്കോസിൻ്റെ 6:48 വായിച്ച്. മർക്കോസ് 6:48 ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ. മർക്കോസ് 6:48 അവർ വഞ്ചി തുഴഞ്ഞ് അവശരായി എന്ന് അവൻ മനസ്സിലാക്കി. ഒന്ന് പറഞ്ഞേ, അവർ വഞ്ചി തുഴഞ്ഞ് അവശരായി. തീർന്നില്ലേ? ഇപ്പം 3 പുതുക്കി അവശരായ ആൾക്കാരുണ്ട്. ഉടമ്പടി 3 പുതുക്കിയിട്ട് ഉടമ്പടി അവിടെ, അതായത് 3 പുതുക്കണ പേപ്പർ കാണിക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് ചീട്ട് തരും. കാരണം നിങ്ങളുടെ കാര്യം പറയുമ്പോൾ നിങ്ങളുടെ വിഷയം അത്ര സീരിയസ് അല്ലെങ്കിൽ പോലും അവർ ചീട്ട് തരും. എന്താ കാര്യം? 3 പുതുക്കിയിട്ട് കുറേ കാര്യം നടന്നു കാണുവേ. അപ്പം നടക്കാത്ത ചില കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ ആ ഉടമ്പടി ഗ്രേഡ് നമ്മളല്ലേ ഇവിടെ നിന്ന് ഇഷ്യൂ ചെയ്തിരിക്കണത്. അപ്പം നമ്മൾ തന്നെ അത് ഹോണർ ചെയ്തില്ല, പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ആ 3 പുതുക്കുകയാണെന്ന് കണ്ടു കാണെങ്കിൽ ആ ചീട്ട് തരും. ചില വീട് വരുമ്പോൾ വലിയ കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല, എന്നാൽ തന്നെയും ചില വിഷയം സീരിയസ് ആയിരിക്കും. അപ്പം ഇങ്ങനെ സീരിയസ് ആകുമ്പോൾ ഈ പറഞ്ഞ വഞ്ചി തുഴഞ്ഞ് നമ്മുടെ ജീവിതം അവരെന്താ പറഞ്ഞത്? എന്താ എഴുതിയിരിക്കുന്നത്? അവരെ മർക്കോസ് 6:48 അവർ വഞ്ചി തുഴഞ്ഞ് അവശരായി എന്ന് അവൻ മനസ്സിലാക്കി. ആരാ മനസ്സിലാക്കിയത്?
അപ്പം മനസ്സിലാകാതിരിക്കുന്ന അവസ്ഥ ഒന്നും ഇല്ല. മനസ്സിലായില്ലേ? ഒന്ന് പറഞ്ഞേ. അവർ വഞ്ചി തുഴഞ്ഞ് അവശരായെന്ന് അവൻ മനസ്സിലാക്കി. അപ്പൊ നിങ്ങളെ പരീക്ഷ എഴുതി അവശരായെന്ന് അവൻ മനസ്സിലാക്കി. അവൻ മനസ്സിലാക്കുന്നുണ്ട് നിന്റെ അവശത. നിനക്ക് ജപ്തി നടപടിയായിട്ട് നീ അവശതയായിട്ടിരിക്കുകയാണ്. നിനക്ക് ബാങ്കുകാർ പോലും സിവിൽ പോയിൻറ്റ്സ് ഇല്ലാത്ത കാരണം നിനക്ക് ലോൺ തരുന്നില്ലെന്ന് അവൻ മനസ്സിലാക്കി. നിൻ്റെ മകൾക്ക് 38 വയസ്സ് ഉണ്ടായിട്ട് കെട്ടാൻ പറ്റണില്ലെന്ന് അവൻ മനസ്സിലാക്കി. നിൻ്റെ മകൾക്ക് 19 വയസ്സ് കല്യാണം കഴിഞ്ഞ് 19 കൊല്ലമായിട്ട് മക്കളില്ലെന്നും നീ ഈ കാര്യത്തിൽ പ്രാർത്ഥിച്ച അവസ്ഥയാണെന്നും അവൻ മനസ്സിലാക്കി. കൈയിട്ടിച്ച് കിടത്താൻ എന്താണ് അവൻ മനസ്സിലാക്കിയത്? അവർ കടലിലാണ്, നടുക്കടലിലാണ്, കരകാണാത്ത കടലിലാണ്, കരകാണാത്ത കടത്തിലാണെന്ന് പറഞ്ഞ പോലെ എന്നിട്ട് എന്ത് ചെയ്ത് അതിനെതിരെ തുഴഞ്ഞ് കയറാൻ വേണ്ടി തുഴഞ്ഞ് അവർ സ്വന്തമായിട്ട് പരിശ്രമിക്കുന്നുണ്ട്, പലതരത്തിൽ പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്താ പറ്റേണ്ടത്? ഫലം എന്താണ്? അവശതയാണ്. എത്ര കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷേ അവശതയാണ് ഫലം. പക്ഷെ ആര് മനസ്സിലാക്കി? അവൻ മനസ്സിലാക്കി. നിൻ്റെ ജീവിതത്തിൻ്റെ തീരത്ത് നീ അണയുന്നവരെ നിൻ്റെ ജീവിത അവസ്ഥകളോട് നീ മല്ലിട്ടുകൊണ്ട് നീ അവശ്യാകുന്നത് മനസ്സിലാക്കുന്ന ഒരു ദൈവമാണ് നിൻ്റെത്. കൈ ഇടിച്ച് കർത്താൻ. അടുത്ത വചനം വായിച്ചോളൂ. കാരണം കാറ്റ് പ്രതികൂലമായിരുന്നു. അവർ അവസരമായിരുന്നു. എന്താണ് കാരണം? എന്താണ്? കാറ്റ് പ്രതികൂലം. അപ്പം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണ്, കാറ്റ് പ്രതികൂലമാകും ചില സമയത്ത്. ചില ബന്ധുക്കാരെല്ലാം ഇപ്പം ഈ അവൻ്റെ ആദർശൻ്റെ സാക്ഷ്യം എന്താ? ആദർശന് മര്യാദക്കൊരു ജോലി ഉണ്ടായിരുന്നവനാണ്. മര്യാദക്കൊരു ജോലി ഉണ്ടായിരുന്നതാണ്. അത്യാവശ്യം ശമ്പളം കിട്ടുമായിരുന്നു. അപ്പം അവനാണ് തലയിൽ ജർമ്മൻ പഠിക്കണമെന്ന് ജർമ്മനിയിൽ പോകണമെന്ന് തോന്നിയത്. അപ്പോൾ ആ ശമ്പളം ഉണ്ടായിരുന്ന ജോലി, നാട്ടിൽ വലിയ കുഴപ്പമില്ല ജീവിക്കാൻ പറ്റിയ ജോലി ഉണ്ടായിരുന്ന രാജിവെച്ചപ്പോൾ എന്ത് പറ്റി? ബന്ധുക്കൾ, സ്വന്തപ്പെട്ട നാട്ടുകാർ പിന്നെ പൊട്ട, പോഴ, വിഡ്ഢി എന്നൊക്കെ വിളിച്ച് കാറ്റ് പ്രതികൂലമായിരുന്നു. അതാണ് കർത്താവിൻ്റെ വചനം. ഇപ്പം ചില സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്ത തെറ്റിനെ നിങ്ങൾ അവശരാകുമ്പോൾ നാട്ടുകാരും വീട്ടുകാരും നിങ്ങളെ പൊട്ട, പോഴ, വിഡ്ഢി എന്നൊക്കെ വിളിക്കും. അപ്പം നിങ്ങൾ അവശരാകുന്ന സമയത്ത് തന്നെ നിൻ്റെ സാഹചര്യവും നിൻ്റെ വീട്ടു സാഹചര്യവും നിനക്കെതിരാകും. എന്നിട്ടും തുഴയുന്നവനാണ് അവരിൽ വിശ്വസിക്കുന്നവൻ. കൈയടിച്ച് കർത്താവേ. അപ്പം കാറ്റ് പ്രതികൂലമായിരുന്നു. സാഹചര്യം, ബന്ധുക്കള്, സ്വന്തപ്പെട്ടവർ, ഭർത്താവ്, ഭാര്യ, കുഞ്ഞുങ്ങൾ എല്ലാവരും ചില സമയത്ത് പ്രതികൂലമാകും. അത് നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥയാണ്. എങ്കിലും ഹി വെന്റ് ഓൺ, എന്നിട്ടും നമ്മൾ മുന്നോട്ട് പോകും. എന്താ കാരണം? അടുത്ത വചനം ഇതിനേക്കാൾ കഷ്ടമാണ്. അടുത്ത വചനം വായിച്ചേ. രാത്രിയുടെ 4-ാം യാമത്തിൽ. രാത്രിയുടെ 4-ാം യാമം. രാത്രിക്ക് എത്ര യാമം ഉണ്ടെന്ന് അറിയാമല്ലോ? രാത്രിയുടെ 4-ാം യാമമാണ് ഇത്. എത്രയാണ് വചനം? എത്രയാണിത്? മർക്കോസ് 6:48, 49, 50 വചനങ്ങളിലൂടെയാണ് പോണത്. ഇപ്പം എന്തൊക്കെ പ്രശ്നമുണ്ട്? കാറ്റ് പ്രതികൂലമായിരുന്നു. അപ്പം എന്ത് സംഭവിച്ചു? രാത്രിയുടെ 4-ാം യാമം. ഉടമ്പടി 4-ാമത്തെ പ്രാവശ്യം പുതുക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ കർത്താവ് വരാൻ പോണത്. മനസ്സിലായില്ലേ? കാര്യം 1-ാം യാമം ഉണ്ട്. അത് 6 തൊട്ട് 9 മണി വരെയാണ്. ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം യഹൂദൻ്റെ കണക്കാണിത് ബൈബിളിലുള്ളത്. അത് 6 മണി തൊട്ട് രാത്രി 9 മണി വരെയാണ് 1-ാം യാമം. 9 to 12, 12 മണി രാത്രി 2-ാം യാമം. 12 to 3 മണി, വെളുപ്പിന് 3 മണിയാണ് 3-ാം യാമം. 3 മണി തൊട്ട് 6 മണി വരെ നേരം വിളിക്കാനായി. 3 മണി 6 മണി വരെ. രാത്രിയുടെ 4-ാം യാമത്തിൽ ഓർക്കുക, കർത്താവിൻ്റെ സ്വഭാവം പഠിക്കുക. 1-ാം യാമത്തിൽ വന്നില്ലെങ്കിൽ വരികത്തില്ലെന്ന് നീ ചിന്തിക്കരുത്, അത് അല്പക്രിസ്ത്യാനിയാണ്. 2-ാം യാമത്തിൽ അവന് ഉത്തരം തന്നില്ലെങ്കിൽ അവൻ വരത്തില്ലെന്ന് നീ ചിന്തിക്കരുത്, അത് നീ അവിശ്വാസിയാണ്. 3-ാം യാമത്തിൽ അവൻ വന്നില്ലെങ്കിൽ നീ അവൻ വരത്തില്ല ചിന്തിക്കരുത്. അങ്ങനെ തന്നു കഴിഞ്ഞാൽ ദൈവം നിന്നെ മനുഷ്യനായിട്ട് പോലും കരുതത്തില്ല. എന്താ കാരണം? 4-ാം യാമത്തിലും അവൻ വരാൻ സാധ്യതയുണ്ട്. കാര്യം അവൻ നിനക്ക് വേണ്ടി വില കൊടുത്ത് നിന്നെ വീണ്ടെടുത്ത ദൈവമാണ്. ശ്രുതികട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് 48, 49, 50. അടുത്ത വചനം വായിച്ചേ. രാത്രിയുടെ 4-ാം യാമത്തിൽ അവൻ കടലിനു മീതെ നടന്ന് അവരുടെ അടുത്തെത്തി അവരെ കടന്നു പോകാൻ ഭാവിച്ചു. ഇതാണ് പ്രശ്നം. രാത്രി 4-ാം യാമത്ത് അവൻ നേരെ വന്ന് വള്ളത്തിൽ കയറിയതല്ല ചെയ്യുന്നത്. രാത്രി 4-ാം യാമത്തിൽ അവൻ കടലിൻ്റെ മീതെ നടന്നു വന്നു. നിന്റെ ദൈവം ഏത് കടലിൻ്റെ മീതെയും കാറ്റിൻ്റെ മീതെയും അവൻ നടന്നു വന്ന് നിന്റെ വീണ്ടെടുപ്പ് നടത്തും. ശ്രദ്ധിക്കട്ടെ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ചിലർക്ക് പറ്റുന്ന അവസ്ഥ എന്താണെന്നറിയാവോ? ഈ ഒന്നാം യാമത്തിൽ അവരുടെ വിഷയത്തിന് മേൽ ദൈവം കടന്നു വന്നില്ലെങ്കിൽ അവർ സ്റ്റോപ്പ് ചെയ്യും. പ്രാർത്ഥനാ ജീവിതം സ്റ്റോപ്പ് ചെയ്യും, ഉടമ്പടി ജീവിതം സ്റ്റോപ്പ് ചെയ്യും. രണ്ടാം യാമത്തിൽ വന്നില്ലെങ്കിൽ വേറെ കുറേ ആൾക്കാർ സ്റ്റോപ്പ് ചെയ്യും. മൂന്നാം യാമത്തിൽ വന്നില്ലെങ്കിൽ അടുത്ത കുറേ ആൾക്കാർ സ്റ്റോപ്പ് ചെയ്യും. ഈ നാലാം യാമക്കാരാണ് ദൈവത്തിൻ്റെ സ്വന്തം ആൾക്കാർ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാതിരിക്കുമ്പോഴും ദൈവസ്നേഹത്തോടെ മുന്നേറുവാൻ, യേശുവിനെ ലക്ഷ്യമാക്കി മുന്നേറുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പ്രൈസ് ദി ലോർഡ്. ഈ നാലാം യാമത്ത് വരുന്ന ഈശോ എന്താ ചെയ്യണത്? ഇത്രയും 3 യാമങ്ങളും പ്രാർത്ഥിച്ച് കഷ്ടപ്പെട്ടും കരഞ്ഞും കൂവിയും ഈ മനുഷ്യൻ കാത്തിരിക്കുമ്പോൾ നേരെ വന്ന് വള്ളത്തെ കയറേണ്ടതല്ലേ ചെയ്യേണ്ടത്? കേണില്ല. എന്താ ചെയ്യണത്? അവരെ കടന്നു പോകാൻ ഭാവിച്ചു. ഈ കടന്നു പോകാൻ ഭാവിക്കുന്ന കർത്താവിനെ നിങ്ങൾ തിരിച്ചറിയണം. എന്തിനാണ് ഇങ്ങനെ കടന്നു പോകാൻ പ്രാർത്ഥിക്കണത്? അതായത് ഈ മനുഷ്യരെ അവൻ്റെ റിസ്കിലും വിശ്വാസത്തിലും അവൻ്റെ പ്രത്യാശയത്തിലും ദൈവസ്നേഹത്തിലും ഈശോയെ ക്ഷണിക്കണം. ഈ ഭാവിക്കുന്ന കർത്താവിനെ നമ്മൾ സാധാരണ ക്ഷണം കൊണ്ട് ഒക്കത്തില്ലെന്ന് ഉറപ്പായി. എന്താ കാര്യം വെച്ചാൽ നമ്മുടെ വിശ്വാസവും ഇപ്പം അപ്പോസ്തലന്മാർ എന്താ പറയുക? ഗുരു, ആ ഉറക്കം എന്തായിരുന്നു? അതൊരു ഭാവിക്കലായിരുന്നു ഇല്ലേ? 4:38 മർക്കോസ് പറഞ്ഞില്ലേ, അവൻ വള്ളത്തിൻ്റെ തോണി കിടന്ന് ഉറങ്ങിയപ്പോൾ കൊടുങ്കാറ്റ് വന്ന് കടക്ഷോഭം ഉണ്ടായി. വള്ളം ഇങ്ങനെ ഈ തിരമാലകളിട്ട് അമ്മാനമാടുകയാണ്. അമ്മാനമാടുന്നൊരു വള്ളത്തിൽ കിടന്ന് ഉറങ്ങാൻ വല്ലവർക്കും പറ്റുമോ? ശ്രാങ്കമാർക്ക് പോലും പറ്റത്തില്ല, പരിചയമുള്ള. ദാറ്റ് മീൻസ് അപ്പോൾ എന്നിട്ടും കർത്താവ് ഉറങ്ങിയെന്ന് പറയുമ്പോൾ അത് ഉറക്കമാണ്, അതിന് ഭാവിക്കലാണെന്ന്. അത് പറഞ്ഞു തരണമെങ്കിൽ പരിശുദ്ധാത്മാവ് ഉണ്ടാകണം. നിൻ്റെ കൂടെ, നിൻ്റെ വീട്ടിൽ നിൻ്റെ കർത്താവുണ്ട്. അവൻ ഉറക്കം ഭാവിക്കണമെങ്കിൽ ദൈവവേദലെ നിൻ്റെ ഭാഗത്തുനിന്ന് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു വിളി ഉണ്ടാകണം. എന്താണ്? ഞങ്ങൾ നശിക്കുന്നു, അത് നിനക്ക് യാതൊരു ഗൗരവമില്ലേ? എൻ്റെ കർത്താവേ, ഞങ്ങൾ പോകാൻ ആഗ്രഹിച്ചപ്പോഴാണ് ഇപ്പോൾ അപ്പന് ക്യാൻസർ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വിഷയത്തിൽ ഞങ്ങളെ പരീക്ഷിക്കരുത് എന്ന് പറയണമെങ്കിൽ ഒരു ബന്ധമുണ്ടാകണം. ഭാവിക്കുന്ന ഈശോയുടെ പണ്ട് മുതലേ ഉള്ളൊരു സ്വഭാവമാണ്. അതായത് നമ്മളുടെ കൂട്ടായ്മയിലേക്ക് കർത്താവ് കടന്നു വരണമെങ്കിൽ ഈ ഭാവിക്കൽ എന്ന് പറയുന്ന എന്താ സംഭവം? കടന്നു പോകാൻ ഭാവിക്കുക. അതിൻ്റെ അർത്ഥം എന്താ? ഉറങ്ങുന്നതായിട്ട് ഭാവിക്കുക. ഇങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കണത്? നമ്മൾക്ക് നെറ്റ് ഇഫക്റ്റിൽ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നുള്ള ഇഫക്റ്റാണ് ഉള്ളത്. അറിയാമല്ലോ, ദൈവത്തിന് ഭാവിക്കലാണത്. നമ്മളെ പറ്റിക്കണതാണ്, കളിപ്പിക്കണതാണ്. പക്ഷെ നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മുടെ വിസ പ്രോസസ് നടക്കണില്ല, PR കിട്ടണില്ല, ഇപ്പം തന്നെ ജപ്തിക്ക് ഓർഡർ വന്ന് നമ്മൾ അനുഭവിക്കുന്നത് ഭയങ്കരമായ സങ്കടങ്ങളാണ് അനുഭവിക്കുന്നത്. ഈ സങ്കട സമയത്തുള്ള ഭാവിക്കലിന് ദൈവത്തെ കക്ഷി ചേർക്കുന്നതിന് നിലവിലുള്ള നിൻ്റെ അശാരം പുശാരം വിശ്വാസം പോരം നടത്താം, ആത്മബന്ധം ഉണ്ടാവണം നടത്താം. മനസ്സിലായില്ലേ? ഇതുകൊണ്ടാണ് ഉടമ്പടി ചെയ്യുമ്പോൾ അത് ഇത്തിരി മെനയായിട്ട് ചെയ്യണം, വൃത്തിയായിട്ട് ചെയ്യണം. ആക്കാനും വേണ്ടി ഓക്കാനിക്കലും നടത്താം. എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ ഉടമ്പടി ചെയ്തു. അവൻ തന്നാലും തന്നില്ലേലും ഞാൻ കർത്താവിനോട് ഉടമ്പടിയായിട്ട് ജീവിക്കും. ശ്രദ്ധിക്കട്ടെ. അടയാളങ്ങൾ കാണാത്തപ്പോഴും വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ആരാധനയും സ്തുതിയും പുകഴ്ചയും. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, എന്ത് ചോദിക്കും? അച്ഛാ, ഇത്രയും നാൾ കഷ്ടപ്പെട്ടതും വിശ്വസിച്ചതും പ്രാർത്ഥിച്ചതും വെറുതെയായോ? ഈ പ്രാർത്ഥനയും ഉടമ്പടി ഒന്നുമില്ലാത്ത ആൾക്കാരൊക്കെ എന്നെക്കാൾ മുമ്പേ ജോലി കിട്ടിയല്ലോ, അവർ കല്യാണം കഴിച്ചല്ലോ, അവർക്കെല്ലാം പിള്ളേരായല്ലോ, എനിക്ക് മാത്രം പിള്ളേരുമില്ല, കല്യാണമില്ല, വീടുമില്ല. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശുക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ചെങ്കിലേ സകല മനുഷ്യരെക്കാൾ നിങ്ങൾ ഹതഭാഗ്യരാണ്. ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണെങ്കിൽ നിങ്ങൾ കുട്ടിച്ചാത്തൻ സേവ ചെയ്താലും മതി. കുട്ടിച്ചാത്തൻ സേവയിൽ പിന്നെ നിത്യജീവനം ഇല്ലല്ലോ. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ആരാധന, 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 അങ്ങേക്ക് ആരാധന. കൈകൾ വീശി ചേർന്ന് ആരാധന, 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 അങ്ങേക്ക്
15:19. ആരാധന അങ്ങേക്ക് ആരാധന. Praise the Lord. Corinthians 1 Korinthos 15:19. ഈ ജീവിതത്തിന് വേണ്ടി മാത്രം, പറഞ്ഞേ, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ, ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയും കാൾ നിർഭാഗ്യരാണ്. ഇപ്പം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്തുവിൽ പ്രത്യാശ വെക്കുന്നവരെ ഇപ്പോൾ 1 യാമക്കാരുണ്ട്, 2 യാമക്കാരുണ്ട്, 3 യാമക്കാരുണ്ട്, 4 യാമക്കാരുണ്ട്. ആ 3 യാമത്തിലും ഭൗതിക നേട്ടം ഉണ്ടാകണില്ല. പ്രാർത്ഥന മാത്രം മിച്ചം, കഷ്ടപ്പാടും മിച്ചം, ഉറക്കമില്ലായ്മയും കഷ്ടപ്പാടും സംഘർഷവും മിച്ചം. അപ്പോൾ ഇത് എവിടെ കൊണ്ട് ദൈവം നീതിമാനാണെന്നല്ലേ നമ്മൾ പറയണത്. അപ്പോൾ പിന്നെ ഈ നമ്മൾ ഇത്രയും കഷ്ടപ്പെടാത്ത ആൾക്കാർ കാനഡയിൽ പോവുകയും കഷ്ടപ്പെട്ട നമ്മൾ കരക്ക് നിൽക്കുകയും ചെയ്യുമ്പോൾ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഈ നമ്മളുടെ ക്യാഷ് ആൻഡ് കൈൻഡായിട്ട് ഇപ്പോൾ റീഫണ്ടബിൾ അല്ലാത്ത എല്ലാ പ്രാർത്ഥനയ്ക്കും ലക്ഷ്യം ഈ ജീവിതം മാത്രമല്ല, നിത്യജീവിതം കൂടിയാണ്. കൈയടിച്ച് കർത്താവിനെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്പിരിച്വൽ ലൈഫ് വെൻ വി ലീഡ് വിത്ത് ജീസസ് ക്രൈസ്റ്റ് വി മസ്റ്റ് ഹാവ് എ മിനിമം പ്രൂഡൻസ്. അത് കർത്താവിൻ്റെ ഒരു തീരുമാനമാണ്. ഒരു ആധ്യാത്മിക ജീവിതം നിങ്ങൾ യേശു ക്രിസ്തുവുമായിട്ടാണ് ഉരുക്കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മിനിമം വിവേകമുണ്ടാകണം. കർത്താവ് എന്താ പറഞ്ഞത്? വിവേകമുള്ള കന്യകമാരും വിവേകമില്ലാത്ത കന്യകമാരും. ആൻഡ് സ്പിരിച്വൽ ലൈഫ് ഈസ് ആൻ ഇൻ്റലിജൻറ്റ് ലൈഫ്, നോട്ട് ഇമോഷണൽ ലൈഫ്. നിൻ്റെ പ്രാർത്ഥനയ്ക്ക് നിൻ്റെ ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ, ഈ ജീവിതത്തിന് വേണ്ടി അത് മറുപടി തരുന്നില്ലെങ്കിൽ, ആ വിഷയത്തിന് അപ്പം തരുന്നില്ലെങ്കിൽ, നീ ഉടനെ പറയണം, കർത്താവേ, ഈ പ്രാർത്ഥനയ്ക്ക് ഈ ഘട്ടത്തിൽ നീ എനിക്ക് ഉത്തരം തന്നിട്ടില്ല. എൻ്റെ കടങ്ങൾ അങ്ങനെ നിൽക്കുന്നു, എൻ്റെ മകള് വരുമാനമില്ലാതെ ജോലി വീട്ടിൽ നിൽക്കുന്നു, അവളുടെ കല്യാണം ഒത്തുവരണില്ല, ഈ ഘട്ടത്തിൽ നീ എനിക്ക് ഉത്തരം തന്നില്ല. എനിക്ക് പരാതിയില്ല, എനിക്ക് പരിഭവമില്ല. എന്താ കാര്യം? ഞാൻ ഈ ജീവിതത്തിന് വേണ്ടി മാത്രമല്ല നിന്നെ ആശ്രയം വെച്ചിരിക്കേണ്ടത്. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ എൻ്റെ വേദന, എൻ്റെ പ്രാർത്ഥനയ്ക്ക്, എൻ്റെ കോസിന് വേണ്ടി, ദ കോസ് വി സഫർ അഗൻസ്റ്റ് മൈ പാഷൻസ് ആൻഡ് സഫറിങ്സ്, ഞാൻ എന്ത് ചെയ്യണം? അത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയാണ്? എൻ്റെ നിത്യജീവന് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി. നിങ്ങൾ കേൾക്കപ്പെടാത്ത എല്ലാ പ്രാർത്ഥനകളും, അത് കേൾക്കപ്പെടാത്തത് വരെ എന്തിനു വേണ്ടി കാഴ്ചവെക്കേണ്ടത്? ഈ ജീവിതത്തിന് വേണ്ടി മാത്രമല്ല, പിന്നെ എന്തിനാണ്? നിത്യജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ, സുവിശേഷത്തിന്റെ പൊരുളറിയാൻ പരിശുദ്ധാത്മാവിന്റെ വ്യാഖ്യാനം നൽകി ഞങ്ങളെ നിലനിർത്തുന്നതിന് നന്ദി പറയുന്നു. ഇന്നുവരെ ഞാൻ ക്ലേശിക്കുന്ന പ്രാർത്ഥനയ്ക്കുത്തരം കിട്ടാത്ത ഓരോ വിഷയങ്ങളുള്ള വിശ്വാസമായി, നിന്നുള്ള പ്രത്യാശയായി, സർവോപരി ദൈവ സ്നേഹമായി ഞാൻ കാഴ്ചവെക്കുന്ന നിന്നോടൊത്തുള്ള എൻ്റെ നിത്യജീവിതത്തിനായി, നിന്നോടൊത്തുള്ള എൻ്റെ നിത്യജീവിതത്തിനായി ശ്രദ്ധിക്കട്ടെ. നമ്മൾ കാണുന്നത് അല്ലേ, ഈ ഭാവിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഉത്തരം തരാതെ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാതെ കർത്താവ് സൈലൻസായി കാണപ്പെടുന്ന സമയങ്ങളിൽ അവൻ നമ്മളെ കടന്നു പോകാൻ ഭാവിക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാകണമെന്ന് അച്ഛൻ പറഞ്ഞത്? ഇൻറ്റിമസി ഉണ്ടാകണം. പിന്നെ ആ പ്രാർത്ഥന സാങ്കേതികമായ ചട്ടപ്പടിയുള്ള അനുഷ്ഠാന പ്രാർത്ഥനയല്ല, ആത്മബന്ധത്തിൻ്റെ പുതിയ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന നിൻ്റെ ആത്മാംശം ഉണ്ടാകണം. അപ്പോസ്തലന്മാർ ചോദിച്ചില്ലേ, ഞങ്ങൾ നശിക്കുന്നത് നിനക്ക് ഒരു ഗൗരവവും ഇല്ലെന്ന് ചോദിക്കാൻ വേണ്ടി മാത്രം നിൻ്റെ ആധ്യാത്മികത ദൈവബന്ധത്തിൻ്റെ ആധികാരികത ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ആധികാരികമായ ആത്മബന്ധത്തിൻ്റെ ആഴങ്ങളിലേക്ക് നിൻ്റെ ജീവിതത്തെ കൊണ്ടുപോകാൻ വേണ്ടി കർത്താവ് ഭാവിക്കുന്ന കാര്യങ്ങളെ വിവേചിച്ചറിയാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ശ്രദ്ധിക്കട്ടെ.
ദിവ്യകാരുണ്യത്തിന് ഇതിൻ്റെ അർത്ഥം എന്താ? പൊട്ടത്തരം ഒന്നും കാണിക്കരുതെന്നാണ് ഈ കാലെ പിടിച്ച് ഞാൻ പറയണത്. കർത്താവായിട്ട് വഴക്കിടരുത്, പരിഭവം കാണിച്ച് മാറരുത്, പ്രാർത്ഥന മുടക്കരുത്. അത് പണ്ടിതുപോലെ പ്രാർത്ഥന മുടക്കി കർത്താവിൻ്റെ വരവും പ്രത്യേകിച്ച് വരാതിരുന്നപ്പോൾ ചമ്മിപ്പോയ ഒരാളുണ്ട് ബൈബിളിൽ. ആരാണത്? മറിയം. ഒരു കാലത്ത് കർത്താവിൻ്റെ പാദാന്ത്യത്തിൽ നിന്ന് വചനങ്ങളെല്ലാം കേട്ടതാണ്. പക്ഷേ കുടുംബത്തിൽ കേട്ടത് മിച്ചം. അപ്പം ഭർത്താവ് വേലയും കൂരി ഉണ്ടായിരുന്നവൻ കുടുംബത്തിൽ അരി വാങ്ങിക്കാൻ അത്താഴം മുടക്കാതെ കൊണ്ടുവന്ന ആങ്ങളെ തന്നെ പണി മേടിച്ച് അവൻ ചത്തുപോയി. അവൻ ചത്തത് ആ ക്ഷീണമായപ്പോൾ തന്നെ മാർത്ത ആളെ വിട്ടാണ് വന്നില്ല. മരിച്ചപ്പോൾ ഒരു വിചാരിച്ച് വന്നില്ല, അടക്കത്തെ ഒരു വിചാരിച്ച് വന്നില്ല. യാമങ്ങളിങ്ങനെ മാറി മാറി വരിക. ചീഞ്ഞപ്പോൾ വന്ന. പക്ഷെ ചീഞ്ഞപ്പോൾ വന്നപ്പോഴേ അന്ന് അടുക്കളയ്ക്ക് പണിക്ക് ചെയ്തിരുന്ന മാർത്തയാണ് ലീഡ് ചെയ്തത്. മറിയത്തിൻ്റെ കാര്യം സ്വാഹ. എന്താ കാര്യം? അവൾ വീട്ടിൽ തന്നെ ഇരുന്നെന്നാണ് ബൈബിൾ പറയണത്. ഓടിപ്പോയതാരാണ്? മറിയം. അമ്മ മാർത്ത കർത്താവോട് പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ ഈ ജീവിതത്തിന് വേണ്ടിയല്ല നിൻ്റെ പുറകെ നടന്നത്. ഞാൻ നടന്നത് നീ വരാനിരിക്കുന്ന രക്ഷകനാണെന്ന്. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കരുത്. ഐ നോ ഇറ്റ്. നീ ഇവിടെ ഇല്ലല്ലോ. ഇപ്പം ഇല്ലാത്തതിന് പിന്നെ ഉണ്ടെന്ന് വന്നൊരു കാര്യമില്ലല്ലോ. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. പക്ഷേ എനിക്കൊരു കാര്യം അറിയാം, നീ ചോദിക്കുന്നത് എന്തും ദൈവം നിനക്ക് തരുമെന്ന് എനിക്കറിയാം. അങ്ങനെ ചത്ത് കിടക്കുമ്പോഴും ചീഞ്ഞ് അഴുകിയിരിക്കുമ്പോഴും നീ ചോദിക്കണത് എന്തും ദൈവം നിനക്ക് തരുമെന്ന് എനിക്കറിയാമെന്ന് പറയുന്നതാണ് മറിയത്തെക്കാൾ വലിയ വിശ്വാസം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അവളോട്, ആ മാർത്തായോട് ഈശോ പറയുന്നൊരു ഉത്തരമുണ്ട്. എന്താ പറയണത്? നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ അതിനും തിരിച്ച് മാർത്ത പറയുന്ന ഉത്തരവുണ്ട്. എന്താണ്? അന്തിമനാളിൽ പുനരുദ്ധാനഘട്ടത്തിൽ, അല്ലാതെ ഈ ജീവിതത്തിലല്ല, അന്തിമനാളിൽ പുനരുദ്ധാനഘട്ടത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഈശോ പറയുന്ന ഉത്തരവുണ്ട്. എന്താണ്? ഞാനാണ് പുനരുദ്ധാനവും ജീവനും. എൻ്റെ ദൈവമേ, ഞാനാണ് പുനരുദ്ധാനവും ജീവനും വന്ന് എന്നോടും നിന്നോടും ഈശോ ഇന്നും പറയുമ്പോൾ ഓർക്കണം. പറയാതെ പറഞ്ഞ സമയങ്ങൾ ഈശോ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കാണിക്കാതെ ഭാവി നടന്നു പോകുന്ന, ആ ഉത്തരം നൽകാതെ നമ്മൾ ഭാവിച്ചുകൊണ്ട് കടന്നു പോകുന്ന സമയങ്ങളാണ്. എൻ്റെയും നിൻ്റെയും പ്രാർത്ഥനയ്ക്ക് ഒന്നാം യാമത്തിലും രണ്ടാം യാമത്തിലും മൂന്നാം യാമത്തിലും മറുപടി നൽകാതെ ഈശോ കടന്നു പോകുമ്പോൾ ഓർക്കുക, നീ ചിന്തിക്കേണ്ടത് നിത്യതയെക്കുറിച്ചാണെന്നും നിത്യതയോട് ചേർന്ന് നിൽക്കുന്നുവെന്ന്. മാർത്തായെപ്പോലെ പറയണം, കർത്താവേ, അന്തിമനാളിൽ, ഈ നാളിലല്ലെങ്കിൽ, ഈ കാലഘട്ടത്തിലല്ലെങ്കിൽ, ഈ സമയത്തിലല്ലെങ്കിൽ, നിനക്ക് ഈ സമയം മാത്രമല്ല ഉള്ളത്. നിൻ്റെ കാലത്ത് അന്ത്യമുണ്ടാകത്തില്ല. അന്തിമനാളിൽ പുനരുദ്ധാന ഘട്ടമുണ്ട്. അന്ന് നീ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുമെന്നറിയാം. ഉത്തരം തരാതെ ഇരിക്കത്തില്ലെന്ന് എനിക്കറിയാം. ഞാൻ വിശ്വസിക്കുന്നു പറയുമ്പോഴേ ഈശോ മറിച്ച് പറയുന്ന വാർത്തമാനം എന്താണ്? ഐ ആം ദ ലൈഫ്, ഐ ആം ദ റിസറക്ഷൻ. ഞാനാണ് പുനരുദ്ധാനം, ഞാനാണ് ജീവനെന്ന്. അങ്ങനെ ലോകത്തിലൊരു മതസ്ഥാപകരും പറഞ്ഞിട്ടില്ല. മനുഷ്യരാശിയുടെ മുഖത്ത് നോക്കിയിട്ട് ഇന്ന് വരെ ഒരു മതസ്ഥാപകരും പറയാത്ത ഒരേ വാക്കാണ് ഐ ആം ദ ലൈഫ്, ഐ ആം ദ റിസറക്ഷൻ. ഞാനാണ് ജീവൻ, ഞാനാണ് പുനരുദ്ധാനമെങ്കിൽ ആ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിനക്ക് ഈ താൽക്കാലികമായ കാലഘട്ടത്തിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചില്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരികയില്ല എന്നല്ല. ആ തരുന്നൊരു കാലത്ത് നീ കർത്താവുമായി അവൻ്റെ കൂടെ നിത്യതയിൽ പാർക്കും. കൈയാട്ടിച്ച് കർത്താവ് ശ്രദ്ധിക്കട്ടെ. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, ഈ നാലാം യാമത്തിലാണ് കർത്താവ് വരണമെങ്കിൽ ഈ നിത്യത മാത്രമേ കിട്ടത്തുള്ളൂ എന്ന്. അല്ല, അവൻ പുഷ്പം പോലെ ലാസം ഉയർപ്പിച്ച് മാർത്തയ്ക്കും മേരകത്തിനും കൊടുക്കും. അതാണ് ഈശോ. ഈ നാലാം യാമത്തിൽ വന്നാലും എൻ്റെ ദൈവവേദനെ നീ ഉടമ്പടി വെച്ചിരിക്കുന്ന 6 കാര്യങ്ങളും കർത്താവ് നിനക്ക് ചെയ്തു തരും. കൈയടിച്ച് കഥടലി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നിലൂടെ കർത്താവ് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. കർത്താവിൻ്റെ ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു ബിഹേവിയറാണ് എങ്ങനെ കടന്നു പോകാൻ ഭാവിക്കണത്. നമുക്ക് വേണമെങ്കിൽ 24 വായിക്കാം. 24 വായിച്ചോളൂ.
ലൂക്ക 24:28. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ ലൂക്ക 24:28. ലൂക്ക 24:28. അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്ത്. എമ്മാവസിലേക്ക് പോകണ ശിഷ്യന്മാരെ കുറിച്ച് പറയണം കേട്ടോ. കർത്താവ് മരിച്ചു കഴിഞ്ഞു. കൂടെ ഉണ്ടായിരുന്ന മർക്കോസ് വരെ തുണിയില്ലാതെ ഓടിക്കളഞ്ഞു. പത്രോസ് കൈ കഴുകി, പീലാത്തോസ് കൈ കഴുകി. പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞു. അപ്പോസ്തലന്മാർക്ക് സ്ഥലം വിട്ടു. ആരുമില്ലാണ്ടായി. ക്ലയോഫാസ് നാട് വിട്ടുപോയി. അതാണ് ക്ലയോഫാസ്. ഇപ്പോൾ ഉണ്ടായിരുന്ന ശിഷ്യനാണ്. ക്ലയോഫാസിൻ്റെ ഭാര്യ കുറിച്ച് ഇവിടെ ഉണ്ടായിരുന്നത് വെള്ളിയാഴ്ച. പെണ്ണുമ്പോൾ അവിടെ തന്നെ താമസിക്കാൻ തുടങ്ങി തീരുമാനിച്ച കാരണം ഭർത്താവ് ഡൈവേഴ്സായി പോവുകയാണ്. അയാളുടെ നാട്ടിലോട്ട് പോവുകയാണ്. എമ്മാവസിലേക്ക് പോവുകയാണ് ക്ലയോഫാസ്. അങ്ങനെ പോകുന്ന ക്ലയോഫാസ് ഭാര്യയുടെ അക്കൗണ്ടിൽ മാത്രമാണ് ഈ മനുഷ്യനെ തിരക്കി കർത്താവ് പോണത്. ഓർക്കുക ദൈവവേദലെ, നീയും ദൈവമായിട്ട് പിന്തിരിഞ്ഞ് പോയാലും ശരി, നിൻ്റെ വൈഫ് കർത്താവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ കർത്താവ് നിന്നെ ഏറ്റെടുത്തിരിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി ഹല്ലേലൂയ 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 ആരാധന ആരാധന ഹല്ലേലൂയ. ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന. ഈ നാട് വിട്ടു പോകുന്ന ആളിൻ്റെ കൂടെയും ഒരു വഴിയാത്രക്കാരനായി അവന് പ്രശംസ കൊടുക്കുകയാണ്. അതാണ് എമ്മാവസിലെ സംഭവം. വായിച്ചോളൂ ആ ഭാഗങ്ങളൊന്നുകൂടി. ലൂക്ക 24:28. ലൂക്ക 24:28. അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തു. അവർ എത്തേണ്ടിയിരുന്നു എമ്മാവസിൻ്റെ അടുത്തെന്ന് അർത്ഥം. അവനാകട്ടെ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു. അതേ ഭാവിച്ചു. പിന്നെ അവനാണ്ടല്ലേ, അവനാവട്ടെ. ഇത് കയ്യിരിപ്പാണ്. ഇത് കാര്യം മനസ്സിലാക്കാതെ നമ്മൾ മരമറിയാതെ കൊടിയിടരുത്. കർത്താവിൻ്റെ സ്വഭാവങ്ങൾ അറിയണം. അതായത് അത് നിസ്സാര സമയത്തൊന്നുമല്ല ഭാവിക്കണത്. ഇത് കുരിശുമരണം കഴിഞ്ഞ് ഓരോരുത്തന്മാർ കരിയുമ്പോൾ വിരകാൻ കയ്യിലെന്ന് പറഞ്ഞാൽ കയ്യിൽ പോലും ഇല്ലാത്തൊരു കാലമാണ്. എമ്മാവൂസിലേക്ക് ശിഷ്യന്മാർ നാടുവിട്ട് പോവുകയാണ്. അത്രയും ക്ലേശമായ സമയത്തും കർത്താവ് ഭാവിച്ചെന്ന് എഴുതിയിരിക്കണത്. അവരെ കടന്നു പോകാൻ ഭാവിച്ചു. അപ്പോൾ അവരെന്നാ പറയണമെന്ന് നോക്കിയേ. അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു. നിർബന്ധിച്ചു. കണ്ട ഇവിടെ വിഷയം. അവിടെ സാധാരണ വിളിച്ച് ഇന്ന് തോന്നിയിട്ട് കാര്യമില്ല. നിർബന്ധിക്കണോ? ഇൻറ്റിമസിയുടെ വിഷയം നിർബന്ധമാണ് അവിടെ വരണത്. അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട്, അവനെ വിളിച്ചോ എന്നല്ല പറയണത്, നിർബന്ധിച്ചുകൊണ്ട്. നമ്മുടെ സൽപ്രവർത്തികളും നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ മറ്റെല്ലാ വിഷയങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഉടമ്പടിയിൽ സ്വയമായിട്ട് നിങ്ങളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ 90% കുടുംബകാര്യവും 10% ഉടമ്പടിയായിട്ട് പോയിട്ടാണ് കുഴപ്പമാകണത്. ദൈവത്തെ തോന്നിയിട്ടില്ല നിങ്ങൾ ഉടമ്പടി എടുത്തായിട്ട്. സേവ് ആയിട്ടില്ല, അതാ പ്രശ്നം. കമ്പ്യൂട്ടർ അടിച്ച് കയറുമ്പോൾ DTP ചെയ്യുമ്പോൾ പറയത്തില്ലേ, നമ്മൾ ചെന്ന് ഇപ്പോൾ DTP ചെയ്തിട്ട് നമ്മൾ ചെന്ന് ചോദിക്കുകയാണ്, അതിൻ്റെ കോപ്പി തരാൻ പറയുമ്പോൾ അയ്യോ സോറി അത് സേവ് ആയിട്ടില്ലെന്ന് പറയും. സേവ് ചെയ്യാൻ മറന്നുപോയി. അതുപോലെ നമ്മുടെ പ്രാർത്ഥന പലതും ദൈവത്തിൻ്റെ തിരുസേന സേവ് ആയിട്ടില്ല. ഉടമ്പടി പല ആൾക്കാരുടെയും സേവ് ആയിട്ടില്ല ദൈവത്തിൻ്റെ. എന്താ കാര്യം? ഉടമ്പടി 5% ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെ ജീവിക്കണം. നിൻ്റെ ജീവിതം, മറ്റേ കൂട്ടുകാരുടെ ജീവിതവും വീട്ടിലുള്ള കാര്യവും ഉടമ്പടി യു ആർ ലിവിങ് ആസ് ഇഫ് യു ആർ നോട്ട് ടേക്കിംഗ് ഉടമ്പടി. നിങ്ങൾ ജീവിക്കണത് ഉടമ്പടി എടുത്തിട്ടേ ഇല്ലെന്ന് പറഞ്ഞാൽ ജീവിക്കണത്. അതുകൊണ്ടാണ് സേവ് ചെയ്യാത്തത്. അപ്പോൾ അവരൊന്ന് റീത്തിങ്ക് ചെയ്യണം, നല്ലതാണ്. ഉടമ്പടി എടുത്തിട്ടുള്ള ആൾക്കാർ, മിടുക്കന്മാരുടെ ആൾക്കാർ ഒത്തിരി യൂട്യൂബിൽ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അവരെങ്ങനെയാണ് ഉടമ്പടി ചെയ്തത്? അവർ ഓരോ നിമിഷവും ദേ ആർ ബിവെയർ ഓഫ് ദെയർ കവനൻറ്റ്. അവർ ആ ഉടമ്പടിയെക്കുറിച്ച് അവർ വളരെ ആകുലചിത്തരും ശ്രദ്ധയുള്ളവരുമാണ്. അവർ 5 എന്തെല്ലാം പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾക്കൊരു ഉണർവുണ്ടെങ്കിൽ കർത്താവിനൊരു 9 ഉണർവുണ്ടാവും. നിങ്ങൾക്ക് ഒരു ഉണർവുണ്ടായാൽ കർത്താവിന് 9 ഉണർവുണ്ടാവും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മോളെ വയനാട്ടിൽ നിന്ന് കൃപാസനത്തിൽ വരികയാണ്. എന്തിനാണെന്ന് അറിയാവോ? അവളുടെ വിഷയം ഞാൻ മറന്നുപോയി, പക്ഷേ നല്ല സാക്ഷ്യമാണത്. വയനാട്ടിൽ നിന്ന് കൃപാസനത്തിൽ വന്നിരിക്കുന്നത് എന്തിനാണ്? ഇത്തിരി ഉപ്പ് കിട്ടാൻ വേണ്ടി വരികയാണ്. എന്താ സ്ഥലപ്രശ്നം എന്തോ ഒക്കെയാണ്. അപ്പോൾ ഉപ്പ് കിട്ടാൻ വരികയാണ്. ഉപ്പ് ചോദിച്ച ആൾ കൊടുത്തില്ല. അതാ ഉപ്പ് കൂടെ അവർ ചോദിച്ച ആളെ കൊടുത്തില്ല. അതുകൊണ്ട് ഈ ഉപ്പ് എവിടെ നിന്ന് കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് അവർ ഒറ്റക്ക് വന്നപ്പോൾ ആരും കൂടെ വരാനില്ല.
പിന്നെ 10 വയസ്സുള്ള മകള് ചേർത്തുകൊണ്ട് കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് അവിടുന്ന് പിന്നീട് ട്രെയിനിന് വന്ന് അവിടുന്ന് പിന്നെ ട്രെയിനിന് വന്ന് മാരേക്കുളത്ത് ഇറങ്ങി ഒറ്റയ്ക്ക് ഇവിടെ വരികയാണ്. ഇതൊക്കെ ദൈവം കാണുന്നില്ലേ? അവൾ ഒറ്റക്കാണ് വരുന്നതെന്നൊക്കെ ദൈവം കാണുന്നില്ലേ? അവിടെ കൂട്ടാരിയില്ലെന്ന് കാണുന്നില്ലേ? അങ്ങനെ ഒറ്റക്ക് നീ ചെയ്യുമ്പോൾ അതെല്ലാം കാണുന്ന ഒരാളുണ്ട്, നിൻ്റെ സത്യസന്ധത. അത് അവളുടെ സാക്ഷ്യം നീ കേൾക്കണം. കഴിഞ്ഞ ആഴ്ചത്തെ ഏറ്റവും ടോപ്പ് സാക്ഷ്യം അതാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം നേരിട്ട് അനുഭവിക്കുന്ന സാക്ഷ്യമാണ്. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ ഈ ഉടമ്പടി എടുക്കണ ആ ഒരാഴ്ചയല്ല, ആ എല്ലാ കാലഘട്ടത്തിലും ഞാൻ ദൈവമായിട്ട് ഉടമ്പടിയിലാണെന്നുള്ള ബോധ്യത്തിൽ നീ ജീവിക്കാൻ തുടങ്ങിയാൽ മറ്റുള്ളവരൊക്കെ തോന്നിയ മാസങ്ങൾ ഒത്തിരി പറയും. എടാ, നിങ്ങൾക്കൊരു കാര്യം അറിയാമല്ലോ, എൻ്റെ രൂപത്തിൽ അച്ഛന്മാർ ഇന്നും എന്നെ ക്രൂശിക്കുന്നവരുണ്ട്. ഇതിപ്പോൾ തുടങ്ങിയതല്ല, ഞാൻ ഈ ശുശ്രൂഷ ഏറ്റെടുത്ത കാലം മുതൽ ഒരു പറ്റം ആൾക്കാരുടെ പുറകെ ഉണ്ട്. അതിൽ പുറത്തുള്ളവരുണ്ട്, അകത്തുള്ളവരുണ്ട്, അച്ഛന്മാർ തന്നെ വീഡിയോ ഇറക്കുന്നുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഞാൻ ഈ ശുശ്രൂഷയോട് മുന്നോട്ട് പോണത്? ഞാൻ കണ്ട ഒരാളുണ്ട്, അത് വേറെ ആരും കാണാത്ത ആളാണ്. എന്തുകൊണ്ടാണ് മാതാവിൻ്റെ പ്രത്യക്ഷീകരണം ഉണ്ടായത്? ചുമ്മാ ഉണ്ടായതാണ് അല്ല, ഒരു ജീവിതമുണ്ട്, ജീവിച്ച് തീർത്ത, പട്ടം കിട്ടിയ കാലം പോലെ ഇന്ന് വരെ ജീവിച്ച് തീർത്ത ഒരു ജീവിതമുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം ആർക്കും പ്രതിരോധിക്കാൻ പറ്റത്തില്ല. എന്താ കാര്യം? സത്യത്തെ പ്രതിരോധിക്കാൻ ആർക്ക് കഴിയും? നുണയ്ക്ക് കഴിയാൻ പറ്റുമോ? എന്തെല്ലാം നുണപ്രചരണങ്ങൾ, എന്തുമാത്രം വീഡിയോകളൊക്കെ ഓരോ സ്ഥലത്തു നിന്നൊക്കെ കൃപാസനത്തിനെതിരെ വരുമ്പോഴും ഞാൻ ചിരിച്ച് തള്ളിക്കളയും. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും, എന്താ പ്രശ്നം? സാക്ഷ്യമാണ് സത്യം, അല്ലാതെ ആശയമല്ല. ഇത് ഇൻഎവിറ്റബിൾ ഡിഫീറ്റ് ഓഫ് ദി ഐഡിയൽ ബൈ ദ റിയൽ എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ഞാൻ എൻ്റെ മനസ്സിൽ കൊടുക്കുന്ന ജീവിതത്തിൻ്റെ തത്വമാണ്. എന്താണ്? ഇൻഎവിറ്റബിൾ ഡിഫീറ്റ് ഓഫ് ദി ഐഡിയൽ. എപ്പോഴായാലും അനിവാര്യമായിട്ട് ആശയങ്ങൾ തോൽക്കപ്പെടുകയും എന്തു ചെയ്യും? ബൈ ദ റിയൽ. യാഥാർത്ഥ്യങ്ങൾ ആശയങ്ങളെ തോൽപ്പിക്കും. യാഥാർത്ഥ്യം എന്താണ്? യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്നുള്ള ആദ്യ യാഥാർത്ഥ്യം. തെളിവെന്താണ്? ഓരോ മനുഷ്യൻ ഒറ്റ ദിവസം കൊണ്ട്, ഒറ്റ ആഴ്ച കൊണ്ട് അവൻ്റെ പാപങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട്, അവൻ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ട്, മനുഷ്യ സമൂഹത്തിന് വേണ്ടി പുനഃസമർപ്പണം ചെയ്തുകൊണ്ട് ദൈവനാമത്തെ അമഹത്വപ്പെടുന്ന സാക്ഷ്യത്തിൻ്റെ ഒരു ചരിത്രമാണ് കഴിഞ്ഞ 36 കൊല്ലത്തെ കൃപാസന ചരിത്രമെങ്കിൽ ആ ചരിത്രം ഇനി അപ്രതിരോധമായിട്ട് ആർക്കും തടുക്കാനാവാത്ത വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞാനല്ല. എന്താണ്? എന്നെ വിളിച്ച ദൈവവും ആ ദൈവം അയച്ച പരിശുദ്ധ അമ്മയുമാണ്. കൈയടിച്ച് കർത്താൻ നാളിതുവരെ ഞങ്ങളെ കൈപിടിച്ച് നടത്തിയതിന്, കൂടെ നിന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. എൻ്റെ മക്കളെ, രോഗമുള്ളവരെ, ഇവിടെ തീർത്ഥാടനത്തിൽ നിൽക്കുന്നവർ, മാതാവിൻ്റെ മുമ്പിൽ നിൽക്കുന്നവരും ഓൺലൈനിൽ മാതാവിൻ്റെ മുമ്പിൽ നിൽക്കുന്നവരും രോഗമുള്ളിടത്ത് കൈകൾ വെക്കുക. അച്ഛൻ കൈവർത്തി യേശുനാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അപ്പാ ഈശോയെ നാമത്തെ മഹത്വപ്പെടുത്തുകയും അമ്മ മധ്യസ്ഥം വഹിക്കുകയും വിശുദ്ധ രക്തസാക്ഷികളെ അതിനെ സന്ധിക്കുകയും ചെയ്യുന്ന സ്വർഗീയ നിമിഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ മക്കൾ സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ സന്തോഷത്തോടെ. ഇപ്പോഴും അടിപ്പണ്ട പോലെ വൈതാഘാതം പോലെ ദൈവിക ശക്തി നിങ്ങളൊക്കെ ആവശ്യിക്കുന്ന സമയമാണ്. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ. 36 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തില് ഉച്ച മുതൽ ഉള്ളംകാലം വരെ ഓരോ കോശങ്ങളില്, ഓരോ ക്ലേശങ്ങളില്, ഓരോ സന്ധിബന്ധങ്ങളില്, മാംസപേശികളില്, രക്തഞരമ്പുകളില്, ശരീര കോശങ്ങളില്, രക്തധമനികളില്, യേശു ആന്തരിക അവയവങ്ങളില് യേശുവിന്റെ ഉന്നതമായ നാമത്തില് മാർഗരോഗങ്ങളെ മാറിപ്പോകട്ടെ. എൻ്റെ മക്കളെ, കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് കണ്ണടച്ചുകൊണ്ട് കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് അൾത്താരയിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അച്ഛൻ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങൾ രോഗികളായി കിടപ്പിലായി പോയവര്, അവരെ അടിപ്പിടർ പോലെ വൈതാഘാതം ദൈവികമായ ശക്തി അവരിലേക്ക് ആവശ്യിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്ന മക്കളില്ലാത്തവര്, ഗർഭനാളികൾ ശോഷിച്ചു പോയവര്, ഗർഭമുണ്ടായിട്ട് അത് കട്ട് ചെയ്ത് കളഞ്ഞവര്, ബീജത്തിന് ഓട്ടമില്ലാത്തവര്, കൗണ്ടില്ലാത്തവര്, അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്.
വിഷജന്തുക്കളെ കുത്തുകയോ ഒക്കെ ചെയ്തതിൻ്റെ പേരിൽ, രക്തത്തിൽ വിഷം കയറിയതിൻ്റെ പേരിൽ രോഗങ്ങൾ വിട്ടുമാറാത്തവർ, കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം അവരുടെ ശരീരത്തിലേക്ക് പ്രവഹിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. വാരിപ്പറ്റുകളെ സൂക്ഷിക്കുന്നവരെ, അസ്ഥി സൂക്ഷിക്കുന്നവരെ, അസ്ഥി ഉരുക്കമുള്ളവർ, PCOD രോഗികൾ, അതുപോലെ RSS രോഗികൾ, കുടൽ രോഗികൾ, എല്ലാവർക്കും വേണ്ടി സമയമാണ്. കരൾ രോഗികൾ, ശ്വാസകോശ രോഗികൾ, കിഡ്നി രോഗികൾ, അതുപോലെ തന്നെ തൈറോയ്ഡ് രോഗികൾ, ബ്രെയിൻ അസുഖമുള്ളവർ, ഹൃദയത്തിൻ്റെ രോഗമുള്ളവർ, വെരിക്കോസിൻ്റെ അസുഖമുള്ളവർ എല്ലാവരെയും സ്തുതിക്കട്ടെ ലേലിയ. കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവ്, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുക കർത്താവ്, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം കർത്താവ്. അമ്മേ പരിശുദ്ധമ്മ ദേവമാതാവേ, എല്ലാ മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ മാരക രോഗങ്ങൾ, നിരവധികൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. പ്രിയപ്പെട്ടവരെ, ഉടമ്പടി എടുത്തിരിക്കുന്ന മുഴുവൻ വിഷയങ്ങൾ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ ഈശോനെ ഏൽപ്പിക്കുന്ന സമയമാണ്. ഉടമ്പടി വിഷയങ്ങളെന്ന് പറയുമ്പോൾ ജോലിയില്ലാത്തവർ, വിസ പ്രോസസ്സിലിരിക്കുന്നവർ, ഓഫർ ലെറ്റർ വന്നിട്ട് പോകാൻ പറ്റാത്തവർ, സാമ്പത്തികമായിട്ട് ലോൺ കിട്ടാത്തവർ, വീട് വിൽക്കാനുള്ളവർ, സ്ഥലം വിൽക്കാനുള്ളവർ, വാങ്ങാനുള്ളവർ, വഴിയില്ലാത്തവർ, പഠനത്തിന് പ്രയാസമുള്ളവർ, പഠിക്കാൻ പറ്റാത്തവർ, പരീക്ഷ തോക്കുന്നവർ, വീണ്ടും പരീക്ഷ എഴുതാൻ പോകുന്നവർ, വിവാഹം ഒത്തുവരാത്തവർ, അവരെല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. കർത്താവെ, അങ്ങയുടെ മക്കളെ ഇപ്പോഴ് കണ്ണീരോടെ ഓരോ വിഷയങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവെ, നിൻ്റെ തിരുമുറുപാട് നാണിപ്പെടുത്താവുന്ന വലതുകരം ഓരോ മക്കളുടെ വിഷയങ്ങളിൽ അങ്ങ് വയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സ്ഥലങ്ങളും, വിട്ടുമാറാത്ത സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ വിശുദ്ധ രക്തം പ്രവഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിട്ടുമാറാത്ത വേദനകൾ, രോഗങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ട് ഇനി ഈ വിഷയം പരിഹരിക്കാൻ പറ്റത്തില്ലെന്ന് തോന്നുന്ന വിവിധ വിഷയങ്ങൾ ഇപ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ കരുണ മക്കളിലേക്ക് ചൊരിയട്ടെ. കർത്താവേ, എല്ലാ തരത്തിലും എല്ലാ സ്ഥാവര ജംഗം വസ്തുക്കൾ നശിച്ചു പോയവർ, നഷ്ടപ്പെട്ടവർ, അന്യാധീനപ്പെട്ടവർ, കിട്ടാൻ നിവൃത്തിയില്ലാത്തവർ, കൊടുത്തു പോയിട്ട് കിട്ടാൻ നിവൃത്തിയില്ലാത്തവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ദൈവത്തിൻ്റെ കരുണ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ. ജയിലിൽ പെട്ടുപോയവർ, കർത്താവ് അന്യരാജ്യങ്ങളിൽ പെട്ടുപോയവർ, കർത്താവ് മറ്റു രാജ്യങ്ങളിലേക്ക് വിസയും എടുത്തിട്ട് പോകാൻ പറ്റാത്തവർ, അതിന് പ്രോസസ്സ് നടക്കാത്തവർ, അതുകൊണ്ട് ബ്ലോക്ക് വന്നു പോയവർ, കർത്താവ് പല രാജ്യങ്ങളിൽ ഇന്ത്യക്കാർക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ നയതന്ത്രപരമായിട്ടുള്ള വിഷമങ്ങളുള്ള വിഷയങ്ങൾ അതെല്ലാം കർത്താവ് ഏറ്റെടുക്കുകയും രാജ്യങ്ങൾ തമ്മിൽ ധാരണയായിരിക്കാൻ, കർത്താവ് അതേവഴി യുദ്ധങ്ങൾ വരെ അവസാനിക്കാൻ പരിശുദ്ധ ദേവമാതാവിന്റെ മാധ്യസ്ഥത്തിൽ ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ.